കേരള യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഒരു എക്സാം ഓറിയൻറ്റഡ് റിവിഷൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ ഈ പഠിക്കുന്ന മാനേജീരിയൽ എക്കണോമിക്സിൽ നമ്മൾ ഈ പഠിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് 2018 എന്ന വർഷം മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സിലബസ് ആണ്. അതായത് നമുക്ക് ബികോംകാർക്ക് 2018 എന്ന വർഷം സിലബസിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ 2018 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന ഹെഡിങ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മുടെ സിലബസിന് ഏറ്റവും ആപ്റ്റ് ആകുന്നത്. എന്നാൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, നമുക്ക് ഏകദേശം ഒരു 2013 അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് തുടങ്ങിയ കാലം മുതൽ ഈ ടോപ്പിക്കൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ, അതായത് ഫസ്റ്റ് സെമസ്റ്ററിലെ മറ്റ് സബ്ജക്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന് ഈ 2018 മുൻപുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഏകദേശം ടോപ്പിക്കെല്ലാം സെയിം ആയിരിക്കും. എന്നാൽ നമ്മൾ സ്ട്രിക്റ്റ് സെൻസിൽ പറഞ്ഞാൽ 2018 അഡ്മിഷൻ ഓൺവേർഡ്സ് ഇങ്ങനെ ഹെഡിങ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റ് സബ്ജക്റ്റിൻ്റെ കേസിൽ സിലബസ് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ 2018 അഡ്മിഷൻ ഓൺവേർഡ്സ് തന്നെ നോക്കുക. എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് എന്ന സബ്ജക്റ്റൊക്കെ ഇല്ലേ, ഈ മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് ആൻഡ് തോട്ട്സ് ഒക്കെ 2018 ശേഷം നല്ല ചേഞ്ച് വന്ന സബ്ജക്റ്റാണ്. പക്ഷേ മാനേജീരിയൽ എക്കണോമിക്സിന് അത്രയും ചേഞ്ച് ഒന്നും ഇല്ല. നമുക്കൊരു ബാക്കിലോട്ടുള്ള 4, 5, 6 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നോക്കിക്കോ, കുഴപ്പം വരത്തില്ല. കാര്യം ഏകദേശം 80% ടോപ്പിക്കും സെയിം ആണ്. എന്നാലും ഞാൻ പറയുന്ന കേൾക്കുക, സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഏതാണ് നമ്മുടെ സിലബസ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2018 അഡ്മിഷൻ ഓൺവേർഡ്സ് തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ശരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് എടുക്കേണ്ടത്. ബാക്കിലോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഓക്കെ, സോ നമുക്ക് 2018 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. കാര്യം ഇപ്പോൾ 2 പരീക്ഷ മാത്രമേ ഈ സിലബസിൽ നടന്നിട്ടുള്ളൂ. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെയും സൂപ്പർ സീനിയേഴ്സിൻ്റെയും, നിങ്ങളുടെ മുകളിലുള്ള 2 ബാച്ച്. ഓക്കെ, അപ്പോൾ അവരുടെ പരീക്ഷ മാത്രമാണ് 2018 അഡ്മിഷനകത്ത് കഴിഞ്ഞത്. ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും കൂടുതലായിട്ടും ചോദിച്ച് കാണുന്ന, അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലായിട്ട് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വിശ്വസിക്കാവുന്നത്, പരീക്ഷയ്ക്ക് കൂടുതലായിട്ടും വരുന്നതാണല്ലോ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനുസരിച്ച് കൂടുതലായിട്ടും ചോദിച്ച് കാണുന്ന ഏരിയാസ് വെച്ചിട്ട് ഒരു റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു കാര്യം ആദ്യമേ തന്നെ പറയുവാണ്, ഈ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൻ്റെ ഫുൾ ക്ലാസ്, ഈ സബ്ജക്റ്റിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ ഏകദേശം 49 ക്ലാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്ലാസ് തന്നെ ഉണ്ട് 49 ക്ലാസ് ആയിട്ട് ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിത് പറയാൻ കാര്യം, സബ്ജക്റ്റ് മുഴുവനായിട്ടും പഠിച്ചുകൊണ്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം ഒരു സബ്ജക്റ്റ് മുഴുവനായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ലെവലായിരിക്കും. കാര്യം അവന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതും. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. നമുക്ക് ഇത് തന്നെ വരുമെന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ ആദ്യമേ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ തന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ സബ്ജക്റ്റ് മുഴുവനും പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതെന്നല്ല, ഏത് സബ്ജക്റ്റ് ആയാലും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ പിന്നെ അവിടെ വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യമേ അതങ്ങ് പറയുവാണേ, നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളിത് കേൾക്കുക, ഈ ക്ലാസ് മൊത്തം കേൾക്കണം. എന്നിരുന്നാലും ഇതുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഇവിടേക്കുള്ള ടോപ്പിക്കുകളെല്ലാം കൂടെയൊക്കെ നോക്കി വെക്കാം. സബ്ജക്റ്റ് അങ്ങ് കവർ ചെയ്യാൻ നോക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ സജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിനി കാര്യത്തിലേക്ക് വരാം. നമുക്ക് പ്രധാനമായിട്ടും 5 മൊഡ്യൂളാണുള്ളത്. എല്ലാ സബ്ജക്റ്റിലും ഉള്ള പോലെ മാനേജീരിയൽ എക്കണോമിക്സിനകത്തും 5 മൊഡ്യൂളാണുള്ളത്. ഞാനിപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള 4 മാർക്ക്, 15 മാർക്ക്, 2 മാർക്ക്, 1 മാർക്കൊക്കെ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇതെൻ്റെ ഒരു പ്രവചനമൊന്നുമല്ല, ഇത് പ്രഡിക്ഷനൊന്നുമല്ല. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടൊരു ട്രെൻഡ് മനസ്സിലാക്കുക ഏകദേശം പറ്റും. ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുമ്പോൾ ഈ രീതിയിലൊക്കെ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ജസ്റ്റ് ഒരു കാൽക്കുലേറ്റഡ് ഗസ്സാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നല്ലത് സബ്ജക്റ്റ് മൊത്തം പഠിക്കുക. കാര്യം ഒരു സബ്ജക്റ്റ് മൊത്തം പഠിച്ചിട്ട് പോകുന്ന കുട്ടിയും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോകണവനും തമ്മിൽ വ്യത്യാസം വരും. അത് മാർക്കിനകത്തും കാണും. എല്ലാം പഠിച്ചിട്ട് പോകണവൻ്റെ മാർക്ക് കുറച്ച് പഠിച്ചിട്ട് പോകണവന് കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പം മിടുക്കരും മിടുക്കില്ലാത്തവരും തമ്മിൽ വ്യത്യാസം എന്തായാലും വരണം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സബ്ജക്റ്റ് ഫുള്ള് പഠിക്കുക, ഏറ്റവും നല്ല കാര്യം അതാണ്. എന്നാൽ ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്, അങ്ങനെ ഒരു അവയർനെസ് വേണമെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ ഒരു ക്ലാസ്സും കൂടി എടുക്കുന്നത്. ഓക്കെ,
സോ നമുക്ക് മൊഡ്യൂൾ വൈസ് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് 5th മൊഡ്യൂൾ വരെ പ്രധാനമായിട്ടും ഓരോ മൊഡ്യൂളിൽ നിന്നും കൂടുതലായിട്ടും ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് ഒന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. ഫസ്റ്റ് മൊഡ്യൂൾ. ഈ ഒന്നാമത്തെ മൊഡ്യൂളിനെ പറ്റി പറയുമ്പോൾ പൊതുവേ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ എന്ന പേരിലുള്ള ഫസ്റ്റ് മൊഡ്യൂളിനോടൊരു പുച്ഛമാണ്. എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഫസ്റ്റ് മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ, അതിനകത്ത് വലിയ കാര്യമൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കുക. ഇത് 2018 അഡ്മിഷന് ശേഷമുള്ളൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെക്ഷൻ D ആണ്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആകെ 4 essay ഉള്ളൂ. ആകെ 4 essay ആണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ വരുന്നത്. ഇപ്പോൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് 6 essay കാണും. അതൊക്കെ ഓക്കെ, അതൊക്കെ വിട്ടുതരാം. നമ്മളിപ്പോൾ നോക്കുമ്പോൾ 4 essay നോക്കിക്കോണേ. 4 essayയിൽ 2ഉം ഫസ്റ്റ് മൊഡ്യൂളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 32, 33 ഇത് 2ഉം ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് 2 essay. ഇപ്പം തന്നെ മനസ്സിലായി കാണുമല്ലോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പ്രാധാന്യം. മാനേജീരിയൽ എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഡ്യൂളിൽ ഒന്നാണ് ഫസ്റ്റ് മൊഡ്യൂൾ. പൊതുവേ ഇൻട്രൊഡക്ഷൻ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കത്തില്ല. എന്നാൽ അങ്ങനല്ല. മാനേജീരിയൽ എക്കണോമിക്സ് ആണോ മൊഡ്യൂൾ നമ്പർ 1ൽ നിന്നും 2 essay വരെ ചോദിച്ച ചരിത്രമുണ്ട്. ഒരു essay മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും കാണും. പുതിയ സിലബസ് ആയാലും പഴയ സിലബസ് ആയാലും മാനേജീരിയൽ എക്കണോമിക്സ് ആണോ മൊഡ്യൂൾ നമ്പർ 1ൽ നിന്നും മിക്കവാറും ഒരു essay എന്തായാലും കാണും. അപ്പോൾ പ്രാധാന്യം വളരെ കൂടുതലുള്ളൊരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 1. ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് സാധാരണഗതിയിൽ ചോദിക്കുന്ന ഏതൊക്കെയാണെന്ന് പറയാം. എന്താണ് എക്കണോമിക്സ് എന്നൊരു ചോദ്യം വരാം. വാട്ട് ഈസ് എക്കണോമിക്സ്? ഇപ്പം നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുന്നതായിരിക്കും, എക്കണോമിക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എക്കണോമിക്സ് ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതാൻ പോണത്? വാട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ ഒന്നുമല്ല ചോദിക്കുന്നത്. വെൽത്തോ വെൽഫെയറോ സ്കേഴ്സിറ്റിയോ ഗ്രോത്തോ ഡെഫിനിഷൻ ഒന്നും വേണ്ട. എന്താണ് എക്കണോമിക്സ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. നോക്കൂ, എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ബുക്ക് എടുത്തു വെച്ച് എല്ലാവർക്കും ഒന്ന് കുറിച്ച് വെക്കണേ. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദ ഫങ്ഷനിങ് ഓഫ് ആൻ എക്കോണമി എന്നേ ഉള്ളൂ. ഒരു എക്കോണമിയുടെ ഫങ്ഷനിങ്ങിനെ പറ്റി പഠിക്കുന്ന പ്രിൻസിപ്പിൾസ്. ഇത്ര എഴുതിയാൽ മതി. ഇതൊന്ന് എഴുതിയെടുത്തേ. ഇത്രേ. എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. ഒരു സാമ്പത്തികാവസ്ഥയെ പറ്റി പഠിക്കുന്ന പഠനം, അത്രേ ഉള്ളൂ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. ക്ലിയർ ആവുന്നുണ്ടോ? എക്കോണമിയുടെ ഫങ്ഷനിങ്. എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ. അപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഫങ്ഷനിങ്ങിനെ ഗവേൺ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനെ പറ്റിയുള്ള പഠിത്തം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗവേൺ ദ ഫങ്ഷനിങ് ഓഫ് ദ എക്കോണമി. 1 മാർക്കിന് ഇത്രയും മതി. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. 1 മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു സെൻറ്റൻസ് ധാരാളമാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ 2ാമതും 3ാമതും ഓരോ സെൻറ്റൻസുകൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ഇനി എഴുതാൻ പോകുന്ന ചോദ്യത്തിൻ്റെ സമയമാണ്. 1 മാർക്കിന് ഒരു സെൻറ്റൻസ് മതി. നിങ്ങൾ വെറുതെ ആവശ്യത്തിൽ കൂടുതൽ അവരിട്ട് എഴുതാൻ നിൽക്കണ്ട. ഒരു സെൻറ്റൻസ് ധാരാളം. അപ്പോൾ എക്കണോമിക്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് എഴുതിയെടുത്തൊന്ന് പഠിച്ചേക്കണം. ചോദിക്കാൻ സാധ്യതയുള്ളൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് എന്താണ് എക്കണോമിക്സ്. പിന്നെ ചോദിച്ചു കാണുന്ന ഇതാണ്, എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്? അറിയാമല്ലോ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെ പറ്റിയുള്ള പഠിത്തത്തിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കോണമി ആസ് എ ഹോൾ, എക്കോണമിയെക്കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്നതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതും കൂടെ നോക്കി വെക്കുക. ഒരു സെൻറ്റൻസ് മതി. മൈക്രോ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. ഇറ്റ് സ്റ്റഡീസ് ആൻ ഇൻഡിവിജ്വൽ യൂണിറ്റ്. ഇറ്റ് സ്റ്റഡീസ് അബൌട്ട് ഇൻഡിവിജ്വൽ യൂണിറ്റ്. എന്നാൽ ഇറ്റ് സ്റ്റഡീസ് എക്കോണമി ആസ് എ ഹോൾ. എക്കോണമി ആസ് എ ഹോൾ ആണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ എന്താണ് എക്കണോമിക്സ്, എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്, ഓരോ മാർക്കിനായിട്ട് നോക്കി വെച്ചേക്കുക. മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് നമ്മുടെ സബ്ജക്റ്റ്? അല്ലേ, എന്താ സബ്ജക്റ്റ്? മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിക്കവാറും വരുന്നൊരു ചോദ്യമാണ്. എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്? നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ടു ബിസിനസ് പ്രാക്ടീസ്. ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ് ഇൻ ടു ബിസിനസ് പ്രാക്ടീസ്. എക്കണോമിക്സിലെ തിയറീസിനെ നമ്മൾ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു പഠനശാസ്ത്ര ശാഖയാണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഈ ഓരോ വരിയിൽ എഴുതാൻ പഠിക്കണം.
അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് പഠിക്കണം, എന്താണ് മൈക്രോ എക്കണോമിക്സ്, എന്താണ് മാക്രോ എക്കണോമിക്സ്, എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ്. ഇതൊക്കെയാണ് സാധാരണ 1 മാർക്ക് 2 മാർക്കിനൊക്കെ വരുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതാ ഇത്രയും ടോപ്പിക്ക് എസ്സേ ആണ്. 15 മാർക്ക് കിടപ്പുണ്ട്. ഓബ്ജക്റ്റീവ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, യൂസ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, നീഡ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, അതെല്ലാം ഒരേ ടോപ്പിക്കാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാലും യൂസ് എന്ന് പറഞ്ഞാലും നീഡ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഉപയോഗം എന്താണ്? നമുക്കിത് വലിയ മാർക്കിന് 15 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ്. മറ്റൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. എസ്സേ ചോദിച്ചിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് ചോദിക്കാം. ഇത് കൂടുതൽ സാധ്യത ഇതാണ്. സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് അഥവാ ഏതൊക്കെ എക്കണോമിക് തിയറീസാണ് നമ്മുടെ ഈ സബ്ജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഇതിലേത് രീതിയിലും ആ ചോദ്യം വരാം. മറ്റൊന്ന് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. ഇതിലേതെങ്കിലും ഒക്കെ നമുക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം. ഇത് മുഴുവനും സകലമാന ക്വസ്റ്റ്യനും നമുക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഇതാണ്: ഓബ്ജക്റ്റീവ്സ്, യൂസ് അല്ലെങ്കിൽ നീഡ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യമായിട്ട് വരാം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് വരാം, അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ നോക്കിയതാണ്. ഇതിനകത്ത് നിന്ന് ഞാൻ ഈ പറഞ്ഞ 4 ടോപ്പിക്കും മാറിയും തിരിഞ്ഞും എസ്സേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ജസ്റ്റ് ഞാൻ തരുന്ന പഠിപ്പിച്ചു തരാം. ഇത് ഓരോന്നായിട്ട് വെറുതെ ഒന്ന് കവർ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് ഓടിച്ചെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സോ യൂസോ സിഗ്നിഫിക്കൻസോ നീഡോ എന്തോ ആയിക്കോട്ടെ, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിനാണ് മാനേജീരിയൽ എക്കണോമിക്സ്? ആദ്യത്തത് പഠിച്ചോണം, എൻ്റെ കൂടെ പഠിച്ചോണം. നമുക്കൊരു എസ്സേ ഇവിടെ ഭാഗ്യമുണ്ടെങ്കിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇവിടെ നിന്നൊരു എസ്സേ കിട്ടാം. ഒബ്ജക്റ്റീവ് ആവാം, ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, സ്കോപ്പ് ആവാം, റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. എളുപ്പമാണോ? ഇതൊക്കെ പഠിച്ച് വെക്കാൻ എളുപ്പമാണ്. കാര്യം ഇത് ടു ദ പോയിന്റ് തന്നെ എഴുതണമെന്നില്ല. എന്ന് പറഞ്ഞാൽ തെറ്റെഴുതി വെച്ചേക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലോയോ റൂളോ ഒന്നും അല്ലല്ലോ പഠിക്കുന്നത്. മാനേജീരിയൽ എക്കണോമിക്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആപ്റ്റായ ആൻസേഴ്സ് എഴുതാം. എന്തെങ്കിലും തെറ്റെഴുതി വെക്കാനല്ല പറയുന്നത്. അതായത് ഈ കൃത്യമായിട്ട് ഇപ്പോൾ 8 പോയിൻറ്റേ ഉള്ളൂ, ഈ 9 പോയിൻ്റ് എഴുതാവൂ, അങ്ങനൊന്നുമില്ല. നമുക്ക് തോന്നുന്ന രീതിയിൽ ശരി ഉത്തരങ്ങൾ നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇതൊരു ഓപ്പൺ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പൺ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പല ശരി ഉത്തരങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേ ഉത്തരം ആവണമെന്നില്ല. പല പല ശരി ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവനും. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൂടെ അങ്ങ് പഠിച്ചു വന്നോ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സ്യൂട്ടബിൾ ടൂൾ കിറ്റ്. അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ തിയറീസ് നമ്മൾ ഈ പറയുന്ന ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ കിറ്റാണ് മാനേജീരിയൽ എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ തിയറീസ് അതിൻ്റെ വഴിക്കും ബിസിനസ് അതിൻ്റെ വഴിക്കും പോയാൽ ശരിയാവത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു തടി ഒരു കസേരയോ മേശയോ ആയി മാറുന്നത് ടൂൾ കിറ്റ്, അതായത് ആശാരിമാരുടെ ടൂൾ ഉപയോഗിച്ചാണ് അവരതിനെ കസേരയോ മേശയാക്കി മാറ്റുന്നത്. ഇവിടെ ഒരു മരം അല്ലെങ്കിൽ ഒരു തടി നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫർണിച്ചറായിട്ട് മാറുന്നത് ടൂൾസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എക്കണോമിക് തിയറീസിന് ബിസിനസ്സിലേക്ക് ചുമ്മാ എടുത്തങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. മാനേജീരിയൽ എക്കണോമിക്സ് വഴി കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സ് ആണ് ശരിക്കും ഒരു ടൂൾ കിറ്റായിട്ട് ഉപയോഗിക്കുന്നത്. എക്കണോമിക് തിയറീസിന് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു ടൂൾ കിറ്റായിട്ടാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിന് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, സൈക്കോളജി, സോഷ്യോളജി തുടങ്ങിയ മറ്റ് സബ്ജക്ട്സിൽ നിന്നുള്ള യൂസ്ഫുൾ ഐഡിയാസ് ബിസിനസ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ മാനേജീരിയൽ എക്കണോമിക്സ് സഹായിക്കും. കാര്യം ബിസിനസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എപ്പോഴും കുറേ നമ്പറും കണക്കും പ്രോഫിറ്റും അക്കൗണ്ടും മാത്രമല്ല. ആൾക്കാരുടെ സൈക്കോളജി അറിയണം, സോഷ്യോളജി അറിയണം, അതായത് കുറച്ച് മെൻ്റൽ പ്രോസസ്സും കൂടാണ്. അത് മാനേജീരിയൽ എക്കണോമിക്സ് നോക്കുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിൽ കുറേ കണക്കുകൾ മാത്രം ആവരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് മെൻ്റൽ പ്രോസസ്സും ഉണ്ട്, ഇത്തിരി സൈക്കോളജിയും കുറച്ച് സോഷ്യോളജിയും എല്ലാം വേണമെങ്കിലേ ബിസിനസ് വിജയിക്കൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉപയോഗം ഈ പറയുന്ന സൈക്കോളജി, സോഷ്യോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഐഡിയാസ് ബിസിനസ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് മാനേജീരിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യം ഇതാണ്, ബിസിനസ് ഡിസിഷൻ എടുക്കാൻ. പല ഡിസിഷൻസ്, നമുക്ക് ഏത് തരത്തിലുള്ള ബിസിനസ് ഡിസിഷനും മാനേജീരിയൽ എക്കണോമിക്സ് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നെന്താ, കോമ്പീറ്റൻറ്റ് മോഡൽ ബിൽഡർ. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഉപയോഗം ഒരു ബിസിനസ് മാനേജറെ നല്ലൊരു മോഡൽ ബിൽഡർ ആക്കും. മോഡൽ ബിൽഡർ എന്ന് ഉദ്ദേശിക്കുന്നത്
ബിസിനസ്സിൽ ഇനി എന്ത് ചെയ്യണം എന്നൊരു തീരുമാനമെടുക്കാൻ മാനേജറിയൽ എക്കണോമിക്സ് ഈ മാനേജേഴ്സിനെ സഹായിക്കും. നമ്മൾ മോഡൽ ഉണ്ടാക്കുന്ന എപ്പോഴാണോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം യഥാർത്ഥത്തിൽ ചെയ്യുന്നതിന് മുൻപാണ് മോഡൽ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ ഒരു വീട് പണിയുന്നതിന് മുൻപാണല്ലോ അതിൻ്റെ മോഡൽ കാണിക്കുന്നത്. അപ്പോൾ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സഹായത്തോടെ ബിസിനസ് മാനേജേഴ്സിന് ബിസിനസ്സിൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാൻ പറ്റും. അതാണ് ഈ പറയുന്ന കോമ്പീറ്റൻറ്റ് മോഡൽ ബിൽഡർ. ഓക്കെ. മറ്റൊന്ന് ആക്ട് ആസ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് ഏജൻറ്റ്. ബിസിനസ്സിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കും. മറ്റൊന്ന് വെൽഫെയർ. നമ്മൾ ഈ പറയുന്ന എന്ത് കാര്യവും അവസാനമായിട്ട് നിൽക്കുന്നത് ഫേമിൻ്റെയും സൊസൈറ്റിയുടെയും വെൽഫെയർ തന്നെ ആയിരിക്കും. അൾട്ടിമേറ്റ്ലി എക്കണോമിക് വെൽഫെയറിന് സഹായിക്കും. മറ്റൊന്ന് എക്കണോമിക് ക്വാണ്ടിറ്റീസിൻ്റെ പ്രഡിക്ഷൻ, അതായത് ഡിമാൻഡ്, കോസ്റ്റ്, പ്രൈസ്, പ്രോഫിറ്റ് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം ഒരു എസ്റ്റിമേഷന് സഹായിക്കും. ഫൈനലി റിപ്പോർട്ട് പ്രസൻറ്റേഷൻ. ബിസിനസ്സിൻ്റെ പോളിസീസും പ്രിൻസിപ്പിൾസും എല്ലാം ടോപ്പ് മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് മാനേജറിയൽ എക്കണോമിക്സ് സഹായിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഓബ്ജക്റ്റീവ്സോ യൂസോ ഒക്കെ ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പോൾ ഈ സ്യൂട്ടബിൾ ടൂൾ കിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്ത് വയ്ക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, ഒരു തടി, ഒരാശാരി, ഇവർ രണ്ട് പേരിൻ്റെ ഇടയ്ക്കൊരു ടൂൾ കിറ്റ്. ഒരു ആശാരിയെ സംബന്ധിച്ച് പുള്ളിക്കാരൻ അദ്ദേഹത്തിന് ഉപയോഗിക്കുന്ന ടൂൾ ഉപയോഗിച്ചാണ് ഈ തടി ഫർണിച്ചർ ആക്കുന്നത് എന്ന് പറയുന്ന പോലെ എക്കണോമിക് തിയറീസാണ് ഈ പറയുന്ന തടി എന്ന് വിചാരിക്കുക. നമുക്കത് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യണം. ഈ തടിയുടെ പുറത്തല്ലല്ലോ നമ്മൾ കയറിയിരിക്കുന്നത്, ആ തടിയെ കസേരയാക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അതാണ് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ഒരു ടൂൾ കിറ്റ്. ഒരു ടൂൾ ഇവിടെ മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. മാനേജീരിയൽ എക്കണോമിക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ടൂള്. ആ ടൂൾ ഉപയോഗിച്ചാണ് ഈ എക്കണോമിക് തിയറീസിനെ കൃത്യമായിട്ട് പരുവപ്പെടുത്തി ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതാണ് ആ സ്യൂട്ടബിൾ ടൂൾ കിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു നല്ല പോയിൻ്റാണ്, പക്ഷേ ഒരു ഇത്തിരി ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു എത്രണ്ണം ഉണ്ട്? ഏകദേശം 8ഓളം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണേ. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് ഒരു തവണത്തെ എസ്സേ വന്നത്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്വഭാവം. ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ ഫീച്ചേഴ്സ് എന്നോ ഒക്കെ ചോദിക്കാം. ഏത് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാം. ഒന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, മൈക്രോ എക്കണോമിക് ക്യാരക്ടറാണ്. നമുക്ക് 2 എക്കണോമിക്സ് ഉണ്ടല്ലോ, മൈക്രോ എക്കണോമിക്സും ഉണ്ട്, മാക്രോ എക്കണോമിക്സും ഉണ്ട്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് ക്യാരക്ടറാണ്. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, ഇവിടെ നിങ്ങൾ ഡിമാൻഡ്, സപ്ലൈ അങ്ങനെയൊക്കെ പഠിക്കുന്നത്, അല്ലാതെ GDP, NDP, ബഡ്ജറ്റ്, ക്യാപ് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ പഠിച്ചത്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ്, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ മൈക്രോ ആസ്പെക്റ്റാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് അത് മൈക്രോ എക്കണോമിക് ഇൻ നേച്ചറാണ്. മറ്റൊന്ന് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട്. മാനേജറിയൽ എക്കണോമിക്സിൽ നമുക്ക് ഒരേ സമയം അതൊരു സയൻസ് ആണെന്നും ആർട്ടാണെന്നും പറയാം. അതായത് സയൻസ് എന്ന് പറയുന്നത് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആർട്ട് എന്ന് പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്യാനുമാണ്. സയൻസ് മേക്സ് അസ് അണ്ടർസ്റ്റാൻഡ് തിങ്സും ആർട്ട് ടീച്ചേഴ്സ് ടു ഡു തിങ്സ് എന്നാണ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത് ശാസ്ത്രവും അത് ചെയ്യിക്കാൻ പഠിപ്പിക്കുന്നത് കലയുമാണെന്നാണ് വെപ്പ്. മാനേജറിയൽ എക്കണോമിക്സ് ഇത് രണ്ടും ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി തരുകയും ചെയ്യുന്നുണ്ട്, അത് ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. അതായത് മാനേജറിയൽ എക്കണോമിക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് അല്ല. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സും മാത്തമാറ്റിക്സും അങ്ങനെ കുറേ സബ്ജക്റ്റുകളുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മറ്റൊന്ന് ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിസിഷൻ മേക്കിംഗ് ആണോ. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. മറ്റൊന്ന് പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് തിയറീസിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആ വാക്ക് ഓർത്ത് വെച്ചോ, പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ എക്കണോമിക് തിയറീസിൻ്റെ ബിസിനസ്സിലേക്കുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. മറ്റൊന്ന് ഇതൊരു എക്സാക്റ്റ് സയൻസ് അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലെ എക്സാക്റ്റ് സയൻസ് അല്ല, സോഷ്യൽ സയൻസ് ആണെന്ന് പറയണം. ഈ പോയിന്റ് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്, നോട്ട് ആൻ എക്സാക്റ്റ് സയൻസ്. സംഭവം അത് തന്നെയാണ്, ഇതൊരു സോഷ്യൽ സയൻസ് ആണ്. എക്സാക്റ്റ് സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെയാണ്. മാനേജറിയൽ എക്കണോമിക്സ് അങ്ങനെ ഒരു സയൻസ് അല്ല, ഇതൊരു സോഷ്യൽ സയൻസ് ആണ്.
മറ്റൊന്ന് നോർമേറ്റീവ്. ഈ നോർമേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ, എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ 3 വഴികളുണ്ട്. 3 വഴിയുണ്ട്. അപ്പോൾ എ എന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന സ്ഥലത്തേക്ക് എത്താൻ 3 വഴിയുണ്ട്. നമുക്കിതിലൂടെ എങ്ങനെ പോയാലും എയിൽ നിന്ന് ബിയിലെത്താൻ പറ്റും. പക്ഷേ ഈ രണ്ടാമത്തെ വഴിയാണ് എളുപ്പം. ഓക്കെ, മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സൊല്യൂഷൻസ് കുറേ ഉണ്ടെങ്കിൽ എല്ലാ സൊല്യൂഷൻസും കൂടെ കണ്ടെത്തി കൊടുക്കലല്ല, ഏറ്റവും ആപ്റ്റായ സൊല്യൂഷൻ കണ്ടെത്തലാണ്. ഇപ്പം നോർമേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആപ്റ്റായ ജഡ്ജ്മെൻറ്റിനാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടെന്നല്ല, ഏറ്റവും നല്ല സൊല്യൂഷനാണ് മാനേജീരിയൽ എക്കണോമിക്സ് നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് വിളിക്കുന്നത്. നോർമേറ്റീവ് എക്കണോമിക്സിൻ്റെ മീനിങ് എന്നതാണ് കുറേ സൊല്യൂഷൻസ് പറയലല്ല, ഏറ്റവും നല്ല സൊല്യൂഷൻസ് കണ്ടെത്തി കൊടുക്കലാണ് ഈ പറയുന്ന മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. മറ്റൊരു ഫീച്ചർ നമ്മൾ ആദ്യം പറഞ്ഞത് ഇത് മൈക്രോ എക്കണോമിക് ഇൻ നേച്ചറും തന്നെയാണ്. അതിനിയും ഞാൻ മാറ്റിയൊന്നും പറയത്തില്ല. പക്ഷേ മാക്രോ എക്കണോമിക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അത് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡയറക്റ്റ് എക്സാമ്പിളുണ്ട്. നോക്കൂ, ഈ കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത, ഒരുപാട് മേഖല അഫക്റ്റഡ് ആണെങ്കിലും തിയേറ്റേഴ്സ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത്. കാര്യം അത് ഓപ്പൺ ആക്കാനേ പറ്റുന്നില്ല. ഒരു തിയേറ്ററിനെ സംബന്ധിച്ച് അവിടെ ആൾ കയറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഒരു തിയേറ്ററിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മൈക്രോ സെൻസിൽ ചിന്തിച്ചാൽ, ഞാനത് പറഞ്ഞ് ശ്രദ്ധിച്ചിരിക്കണേ, ഒരു തിയേറ്ററിൽ നമ്മൾ പോയി സിനിമ കാണുന്നതിൻ്റെ മൈക്രോ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ തിയേറ്ററിൻ്റെ പാർക്കിംഗ് ഫെസിലിറ്റി, അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ സീറ്റിംഗ് കംഫർട്ട്, അതിൻ്റെ DTS സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അവിടെ ഇറങ്ങുന്ന സിനിമയുടെ ക്വാളിറ്റി എന്തോ ആയിക്കോട്ടെ. അപ്പോൾ തിയേറ്റർ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ആ തിയേറ്റർ ഇഷ്ടപ്പെടുന്നത് പാർക്കിംഗ് ഫെസിലിറ്റി, ലൊക്കേഷൻ, സൗണ്ട് സിസ്റ്റം, സീറ്റിംഗ് ഫെസിലിറ്റി, അവിടുത്തെ മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം ഓക്കെ. ഈ പറയുന്ന എല്ലാ കുന്ത്രാണ്ടവും റെഡിയായിട്ടുള്ള തിയേറ്ററും ഇപ്പോൾ എന്താ അടച്ചിട്ടിരിക്കുന്നത്? മാക്രോ ആസ്പെക്റ്റിൽ ഒരു കോവിഡ് എന്ന അസുഖം വന്നുപോയി. മൈക്രോ ആസ്പെക്റ്റിൽ തിയേറ്റേഴ്സ് എല്ലാം ഓക്കെയാണ്, അവരുടെ ലൊക്കേഷൻ ഓക്കെ, പാർക്കിംഗ് ഓക്കെയാണ്, സൗണ്ട് സിസ്റ്റം ഓക്കെയാണ്, DTS എല്ലാം ഉണ്ട്. മൈക്രോ സെൻസിൽ ആ തിയേറ്റർ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഒരു തിയേറ്ററിന് ഒരു കുഴപ്പമില്ല. പിന്നെന്താ ഈ തിയേറ്റർ തുറക്കാത്തെ? മാക്രോ ആസ്പെക്റ്റിൽ ലോകം മൊത്തത്തിൽ, രാജ്യം മൊത്തത്തിൽ കോവിഡ് ബാധിച്ചു പോയി. അപ്പോൾ മാക്രോ ആസ്പെക്റ്റും കൂടെ പരിഗണിച്ചിട്ടേ നമുക്കൊരു എക്കണോമിക് ഡിസിഷൻ എടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ അത് മൈക്രോ എക്കണോമിക് ഇൻ നേച്ചറാണ്, ബോത്ത് സയൻസ് ആൻഡ് ആർട്ടാണ്, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും, പ്രാഗ്മാറ്റിക് അഥവാ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്, അതൊരു സോഷ്യൽ സയൻസ് ആണ്, നോർമേറ്റീവ് എക്കണോമിക്സ് ആണ്. ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. മറ്റൊന്ന് എക്സാക്ട് സയൻസ് അല്ല. പിന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ എസ്സേ ആണ്, ഇത് കാര്യമായിട്ട് പഠിച്ചേക്കണേ. ഞാൻ ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സും ഞാൻ തന്നെ ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എസ്സേ ആയിട്ട്, ചെറിയ ചോദ്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഇതാണ് കൂടുതലും എസ്സേ കയറി വരുന്നത്. ഞാനൊരു കാര്യം, ചെറിയൊരു ഹിൻഡ് തരാം. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ എന്നല്ല, മാനേജീരിയൽ എക്കണോമിക്സ് എന്നല്ല, ഏത് സബ്ജക്റ്റിൻ്റെയും സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ സബ്ജക്റ്റിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നാണ്. സ്കോപ്പ് അഥവാ വ്യാപ്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏരിയ അണ്ടർ സ്റ്റഡി എന്നാണ്. അതിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്. ഇത് എസ്സേ വന്നാൽ നല്ലതാണോ? ഈ സബ്ജക്റ്റിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് വെച്ചാൽ മതി, ഇഷ്ടംപോലെ എഴുതാൻ കാണും. മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത്, അതാണ് ഈ ചോദ്യം. സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു എന്നേ ഉള്ളൂ. അതറിയാൻ എന്താ പാട്? ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്. ഓരോ മൊഡ്യൂളും അങ്ങ് എഴുതി വെച്ചാൽ മതി. ഈ സബ്ജക്റ്റിൻ്റെ ഓരോ മൊഡ്യൂളിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് അതിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ എഴുതി വെച്ചാൽ മാത്രം മതി. ഡിമാൻഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ എഴുതി വെച്ചാൽ മതി. ഡിമാൻഡ് എസ്റ്റിമേഷൻ നടത്തുന്നുണ്ട്, ഡിമാൻഡ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ യുക്തിയാണ്. ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. മറ്റൊന്ന് പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ അനാലിസിസ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററുകളുടെ പേര് തന്നെയാണ്, കണ്ടോ, ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ, അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദെൻ കോസ്റ്റ് അനാലിസിസ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻറ്റ് കോസ്റ്റുകളെ പറ്റി പഠിക്കണം.
പ്രൈസിംഗ് പോളിസി, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഈ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് തൊട്ട് ഇങ്ങോട്ട് നമുക്ക് പഠിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ചാപ്റ്ററായിട്ട് പഠിക്കാനുള്ളത് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുള്ളതാണ്. അത് മാനേജറിയൽ എക്കണോമിക്സിൽ വരുന്നതാണ്. നമുക്കത് ആൻസറായിട്ട് എഴുതാം. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ പഠിക്കാനുണ്ട്, കോസ്റ്റ് അനാലിസിസ്, പ്രൈസിംഗ് ഡിസിഷൻ. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. ഇൻവെൻറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോൾ ആദ്യമേ കയറി പറയല്ലേ, ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എന്നല്ല. നിങ്ങൾ കൊമേഴ്സ് അറിയേണ്ടത് എല്ലാവരും പറയുന്നത് ഇൻവെൻറ്ററി മീൻസ് സ്റ്റോക്ക്. അങ്ങനല്ല. ഇൻവെൻറ്ററി എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പഠിച്ചോണേ. ഇൻവെൻറ്ററി മീൻസ് റോ മെറ്റീരിയൽ പ്ലസ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് സ്പെയർ പാർട്സ്. ഇതാണ് ശരിക്കും ഒരു ബിസിനസ്സിൻ്റെ ഇൻവെൻറ്ററി. എല്ലാം വരും. റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്പെയർ പാർട്സ്. ഈ 4 കാര്യങ്ങൾ ചേരുന്നതിനെയാണ് ഇൻവെൻറ്ററി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. ദെൻ പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണേ. പ്രോഫിറ്റ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ്. അതായത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ വേണ്ടയോ ആ ഒരു തീരുമാനത്തിനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ എക്കണോമിക്സിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ, സപ്ലൈ, കോസ്റ്റ്, പ്രൈസിംഗ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, പ്രോഫിറ്റ് മാനേജ്മെൻറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്ന് ചോദിച്ചാൽ എസ്സേ ആയിട്ട് എഴുതേണ്ടത്. ഇതാണ് കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് ഏതൊക്കെ എക്കണോമിക് തിയറീസാണ് മാനേജീരിയൽ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത്. ഏകദേശം ഈ പറയുന്ന സ്കോപ്പ് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പോലെയൊക്കെ തന്നെ വരും. എങ്കിലും ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. ഏതൊക്കെ എക്കണോമിക് തിയറീസാണ് മാനേജീരിയൽ എക്കണോമിക്സ് വഴി ഉപയോഗിക്കുന്നത്? ഇത് തന്നെടോ. തിയറി ഓഫ് ഡിമാൻഡ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, തിയറി ഓഫ് സപ്ലൈ, കോസ്റ്റ് തിയറി ഓഫ് പ്രോഫിറ്റ്, തിയറി ഓഫ് ക്യാപിറ്റൽ, എല്ലാം നമ്മളീ പറയുന്നത് തിയറി ഓഫ് പ്രൈസ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ഏതൊക്കെ എക്കണോമിക് തിയറീസാണ് നമ്മൾ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയറി ഓഫ് ഡിമാൻഡ് ഉണ്ട്, തിയറി ഓഫ് സപ്ലൈ എഴുതാൻ കേട്ടോ, ഇതിനകത്തില്ല, നിങ്ങൾക്ക് എഴുതാം. തിയറി ഓഫ് ഡിമാൻഡ്, തിയറി ഓഫ് സപ്ലൈ, തിയറി ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് തിയറി ഓഫ് പ്രൈസ്, തിയറി ഓഫ് പ്രോഫിറ്റ്, തിയറി ഓഫ് ക്യാപിറ്റൽ. ഇതൊക്കെ തന്നെയാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പായിട്ട് നമ്മൾ പഠിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എസ്സേ ടോപ്പിക്കിലാണ് ഈ കവർ ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസ് അല്ലെങ്കിൽ നീഡ്, ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ്, ഇതെല്ലാം നോക്കി വെച്ചോണം. നല്ല ഏരിയയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, മറ്റൊന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമോ അതിൻ്റെ അങ്ങേ വർഷം ഇതാ ചോദിച്ചത്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജീരിയൽ എക്കണോമിസ്റ്റ്. ഇനി അത് വിട്ടുകളേണ്ട, അതും കൂടെ നോക്കിയേക്കാം. മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജീരിയൽ എക്കണോമിക്സ്, അതായത് എക്കണോമിക്സിനെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഈ മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ ആദ്യം നോക്കാം. റോൾ നോക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടുന്നത്, പറ്റുമെങ്കിൽ ബുക്കിൽ കുറിച്ച് വെക്കുക. പ്രധാനമായിട്ടും പുള്ളിക്കാരന് 2 റോളുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെ എഴുതിയാൽ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലാണ്, നല്ല മാർക്ക് കിട്ടും. കാര്യം പ്രധാനമായിട്ടും 2 റോളുണ്ടെന്നൊക്കെ പേപ്പർ നോക്കുന്ന ആളൊക്കെ അത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന കുട്ടിയാണെന്ന് തോന്നും, അല്ലാതെ ചുമ്മാ വലിച്ചു വരി എഴുതിയതല്ലാന്ന് തോന്നും. അപ്പോൾ റോള് എഴുതുമ്പോൾ, മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എഴുതുമ്പോൾ നിങ്ങൾ ബുക്കിലോട്ടൊന്ന് കുറിച്ച് വെച്ചോ. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ഡിസിഷൻ എടുക്കാനായിട്ടും പുള്ളിക്ക് റോളുണ്ട്, ജനറൽ ടാസ്കും. അതായത് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് ഡിസിഷനകത്തും പുള്ളിക്കാരന് കൈകടത്തേണ്ടി വരും. അതുകൂടാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഇടപെടേണ്ടി വരും. അപ്പോൾ മാനേജീരിയൽ എക്കണോമിസ്റ്റിന് 2 റോളുണ്ട്, ഡ്യുവൽ റോളാണ്. ഒന്നാമത്തെ റോള് ബിസിനസ്സിൻ്റെ എന്തെങ്കിലും സ്പെസിഫിക് ഡിസിഷനകത്ത് ഇടപെടുക. രണ്ടാമത്തത് ഓവറോൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക. എന്തൊക്കെയാണോ ബിസിനസ്സിനകത്തുള്ള സ്പെസിഫിക് ഡിസിഷൻ, ബിസിനസ്സിലെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, അതായത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ബിസിനസ്സിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര റിട്ടേൺ കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുക. മാർക്കറ്റ് റിസർച്ച്, കാര്യം ഇതെല്ലാം സ്പെസിഫിക് ഡിസിഷനാണ്. പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം, ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുക.
ഇൻവെസ്റ്റ്മെൻറ്റ്, എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, ആര് ഇൻവെസ്റ്റ് ചെയ്യണം, അതെല്ലാം സ്പെസിഫിക് ഡിസിഷൻ അല്ലേ. ദെൻ മാർക്കറ്റ് റിസർച്ച്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ പറ്റി മാർക്കറ്റിൽ റിസർച്ച് നടത്തുക. പിന്നെ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നോക്കൂ, നമ്മൾ ഫിക്സഡ് അസറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന സെക്യൂരിറ്റി അല്ല. സെക്യൂരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫസ്റ്റ് സെം ആയതുകൊണ്ട് അത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ അതിനെയാണ് സാധാരണ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ബിസിനസ്സിനെ സംബന്ധിച്ച്, കമ്പനികളെ സംബന്ധിച്ച് അവരുടെ അസറ്റുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ, ഡിബഞ്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നോക്കുക. പ്രൈസിങ് ഡിസിഷൻ എടുക്കുക. ഇൻഡസ്ട്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്, അത് ടെക്സ്റ്റൈൽ ആവാം, ഗോൾഡ് ആവാം, സിമൻ്റ് ആവാം, എന്തോ ആയിക്കോട്ടെ, ആ ഒരു ബിസിനസ് ഒരു ഇൻഡസ്ട്രിക്കകത്തായിരിക്കും. ഇൻഡസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് റാംകോ സിമൻറ്റിനെ സംബന്ധിച്ച് അത് സിമൻറ്റ് ഇൻഡസ്ട്രിയിലുള്ളതാണ്. റാംകോ സിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് സിമൻറ്റ് ഇൻഡസ്ട്രിക്കകത്തുള്ളൊരു ഫേമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യം നോക്കുമ്പോൾ ഓവറോൾ ഇൻഡസ്ട്രി എങ്ങനെയാണ് പോകണമെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് സാധാരണ മാനേജറിയൽ എക്കണോമിസ്റ്റിൻ്റെ സ്പെസിഫിക് ഡിസിഷനിൽ വരുന്നത്. അയാൾ ഈ കാര്യം തന്നെ ചെയ്തിരിക്കണം. എന്നാൽ അയാൾക്ക് ചെയ്യാൻ ഇനി ജനറൽ ടാസ്ക് ഉണ്ട്. ജനറൽ ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു സ്പെസിഫിക് നേച്ചർ ആയിരിക്കത്തില്ല, ഓവറോൾ ജനറലി അയാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ജനറൽ ടാസ്ക് തന്നെ രണ്ടെണ്ണം ഉണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സും പരിശോധിക്കണം, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും പരിശോധിക്കണം. അപ്പോൾ ഒരു മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ട് റോളുണ്ട്. ഒന്ന്, ചില സ്പെസിഫിക് ഡിസിഷൻസ് എടുക്കുക. ബിസിനസ്സിൻ്റെ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ട്, പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഇതുപോലെ തന്നെ എഴുതണമെന്നില്ല. പ്രൊഡക്ഷൻ, ഡിമാൻഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൈസൽ, മാർക്കറ്റ് റിസർച്ച്, സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് ഡിസിഷൻ, ബിസിനസ്സിൻ്റെ പ്രൈസിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതാം. ബിസിനസ്സിനകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുകൂടാതെ കുറേ ജനറൽ ടാസ്കും ഉണ്ട്. ജനറൽ ടാസ്കിനകത്ത് തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ തന്നെ പഠിക്കണം. ജനറൽ ടാസ്കിനകത്ത് തന്നെ വീണ്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ. ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ, ബിസിനസ്സിന് പുറത്തുള്ള, ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങൾ ആദ്യം പരിശോധിക്കുക. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ നോട്ടായിട്ട് തരാം. ഈ ഒരു 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, എന്നാൽ ബിസിനസ്സിന് പുറത്തുള്ള കാര്യം. ബിസിനസ്സിൻ്റെ കൺട്രോളിനകത്തായിരിക്കത്തില്ല, ബിസിനസ്സിന് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ഇതെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി മാനേജറിയൽ എക്കണോമിസ്റ്റ് നന്നായിട്ട് പഠിച്ചിരിക്കണം. എക്കണോമിക് കണ്ടീഷൻ ഓഫ് എക്കോണമി, നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് കണ്ടീഷൻ എന്താണ്. ദെൻ നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡ്, പ്രോസ്പെക്ട്സ് ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഡക്റ്റിന് ഇനി എന്തുമാത്രം ഡിമാൻഡ് കിട്ടാം. ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ദ ഫേം, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ ഇല്ലേ, അപ്പോൾ ബിസിനസ്സിൻ്റെ ഇൻപുട്ടിന് പുറത്ത് എന്തുമാത്രം ചിലവ് വരാം. മറ്റൊന്ന്, നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായ റോ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ബിസിനസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ തുടങ്ങി നമ്മുടെ ബിസിനസ്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങൾ, അതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഗവൺമെൻറ് പോളിസിയൊക്കെ ഇതിനകത്ത് വരും. ഗവൺമെൻറ് പോളിസീസ്, ടാക്സേഷൻ പോളിസീസ്, അങ്ങനത്തെ കാര്യം, ബാങ്ക് റേറ്റ്, ഇതെല്ലാം ബിസിനസ്സിന് പുറത്തുള്ള കാര്യങ്ങളാണ്. എന്നാൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പരിശോധിക്കുക. ഇൻറ്റേർണൽ മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ബിസിനസ്സിനകത്തുള്ള സെയിൽസ് ആൻഡ് ഇൻവെൻട്രി ഷെഡ്യൂൾസ് വരാം, പ്രൈസിങ് പോളിസി, പ്രോഫിറ്റ് പോളിസി തുടങ്ങി സ്പെസിഫിക് നേച്ചർ അല്ല, എന്നാൽ ബിസിനസ്സിനകത്ത് വരുന്ന തന്നെ സെയിൽസ് ആൻഡ് ഇൻവെൻട്രി ഷെഡ്യൂൾ, പ്രൈസിങ് ആൻഡ് പ്രോഫിറ്റ് പോളിസി, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് തുടങ്ങി ജനറലായിട്ട് ബിസിനസ്സിനകത്ത് വരുന്ന കാര്യങ്ങളിലും ഇടപെട്ടോണം. ഇത്രയുമാണ് നിങ്ങൾ മാനേജീരിയൽ എക്കണോമിസ്റ്റിൻ്റെ റോള് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇത് ഈ രീതിയിൽ തന്നെ പഠിച്ചെഴുതണം, ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നൊരു കാര്യം, റോളാണ് ചോദിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ റെസ്പോൺസിബിലിറ്റീസും കൂടെ എഴുതി ചേർത്തേക്കുക. ഒരുമിച്ചാണിത് പഠിക്കുന്നത്. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നും പറഞ്ഞത് ഒരുമിച്ചാണ് വരുന്നത്. ഇതൊക്കെ എസ്സേ വരുന്നതാണ്. ഓക്കെ. റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, ഫോർകാസ്റ്റ് എല്ലാം ആക്യുറേറ്റ് ആയിട്ട് നടത്തുക, ഫോർകാസ്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം. പിന്നെ ഡേറ്റ റിസോഴ്സ്, നമുക്ക് എവിടെ നിന്നൊക്കെയാണോ ഇൻഫർമേഷൻ കിട്ടുന്നത് അവിടെ എല്ലാമായിട്ട് കോൺടാക്റ്റ് കീപ്പ് ചെയ്യുക. പിന്നെ ഒരു ബിസിനസ് ടീമിൻ്റെ ഒരു ഫുൾ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക തുടങ്ങി ഒരു മാനേജറുടെ ജോലി തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഈ ടെക്സ്റ്റ് കിടക്കുന്ന പോയിന്റ് അതേപടി കാണാതെ പഠിച്ച് അതുപോലെ പകർത്തണമെന്നില്ല. ഒരു മാനേജറിയൽ എക്കണോമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഒരു നല്ലൊരു മാനേജറാണ്. ഒരു ബിസിനസ്സിൻ്റെ മാനേജറുടെ ജോലി എന്തിനാണ് ഇനി നിങ്ങൾ പഠിച്ചിട്ടൊക്കെ എഴുതുന്നത്? നിങ്ങൾക്ക് ഇത്തിരി വിവരമുള്ള കുട്ടികളൊക്കെ അല്ലേ,
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു മാനേജർ ചെയ്യേണ്ടതാണ്. അതാ പറയുന്നത് ഈ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നതെല്ലാം ഒരല്പം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റിൽ കിടക്കുന്ന സെൻറ്റൻസും പോയിൻറ്റും അതേപടി പഠിച്ച് പകർത്തണമെന്നില്ല. നമുക്ക് ശരി, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ പോലും അങ്ങനല്ല, ജനറലി ശരി ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ കുറേ പഠിച്ചത്, ഈ സബ്ജക്റ്റ് മൊത്തം പഠിച്ചവരല്ലേ, മറ്റെന്തെങ്കിലും ഒരു ആൻസർ കറക്റ്റ് ആണെങ്കിൽ എഴുതാം. അപ്പോൾ ഇതൊന്നും സ്പെസിഫൈ ചെയ്ത് ഇത് തന്നെ എഴുതണമെന്നില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ബിസിനസ് മാനേജറാണോ മാനേജീരിയൽ എക്കണോമിസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിൽ കണ്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ക്വസ്റ്റ്യൻ, ഒബ്ജക്റ്റീവ്സ് ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, സ്കോപ്പ് ചോദിക്കാം, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെ നല്ല പക്ക എസ് എ ക്വസ്റ്റ്യൻ ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി, കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്നതൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് എഴുതാൻ പഠിക്കണം. ടെക്സ്റ്റ് കാരണം കാണാതെ പഠിച്ചെഴുതുന്ന പ്രശ്നം 2, 1 മറന്നു, 2 ഒരു പരിധിക്കപ്പുറം പിന്നെ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ച് വെച്ചത് എഴുതി നിന്നു പോകും. ഓക്കെ, അങ്ങനല്ല, മനസ്സിലാക്കി വെച്ചിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളിലുള്ളതെല്ലാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചെല്ലാം ഒന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ കവറായി പോകുന്നത്. പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്, ഞാൻ തന്നെ ഒരുവിധപ്പെട്ടതാണ് എല്ലാം അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പരീക്ഷ കയറുന്നതിന് മുമ്പ് ഫസ്റ്റ് മൊഡ്യൂൾ എടുത്തു വെച്ച് ഒന്ന് ഓടിച്ച് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വന്നാൽ താരതമ്യേന വലിയൊരു മൊഡ്യൂളാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, ഡിമാൻഡ് അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതൊക്കെ എനിക്കറിയാം, ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്. ഡിമാൻഡ് അല്ല ചോദിച്ചത്, ഡിമാൻഡ് അനാലിസിസ് എന്ന വാക്ക് 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടായിരുന്നു. ഡിമാൻഡ് അല്ല, എന്താണ് ഡിമാൻഡ് അനാലിസിസ്, അതിൻ്റെ യൂസസ് എന്താണ്, ഇത് മിക്കവാറും വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്. എഴുതിയെടുത്തു. ഡിമാൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയും മതി. ദ ഇവാലുവേഷൻ and estimation of current and future demand for a product. The evaluation and estimation of current and future demand for a product. ഒരു പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴുള്ള ഡിമാൻഡിൻ്റെ ഇവാലുവേഷനും ഇനി വരാൻ പോകുന്ന ഡിമാൻഡിൻ്റെ എസ്റ്റിമേഷനുമാണ് ഡിമാൻഡ് അനാലിസിസ്. ഈ ഒരു വരി മതി, ചോദിക്കാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ഡിമാൻഡ് എന്നല്ല, എന്താണ് ഡിമാൻഡ് അനാലിസിസ്. എന്താ ഇപ്പോൾ ഡിമാൻഡ് അനാലിസിസ്? കറണ്ട് ഡിമാൻഡിൻ്റെ ഇവാലുവേഷനും ഫ്യൂച്ചർ ഡിമാൻഡിൻ്റെ എസ്റ്റിമേഷനും, അതങ്ങനെ കണക്ട് ചെയ്യേണ്ടത്. കറണ്ട് ഡിമാൻഡിൻ്റെ ഇവാലുവേഷൻ, ഫ്യൂച്ചർ ഡിമാൻഡിൻ്റെ എസ്റ്റിമേഷൻ. ഒരു പ്രോഡക്റ്റിൻ്റെ കറണ്ട് ഡിമാൻഡിൻ്റെ ഇവാലുവേഷനും ഫ്യൂച്ചർ ഡിമാൻഡിൻ്റെ എസ്റ്റിമേഷനെയുമാണ് നമ്മൾ ഡിമാൻഡ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. 1 മാർക്ക് ചോദിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ യൂസസ് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എഴുതി വെച്ചോ. സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആവാം, എഴുതിക്കോ. പ്രൊഡക്ഷൻ പ്ലാനിങ്, കോസ്റ്റ് അനാലിസിസ്, പ്രൈസിങ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിമാൻഡ്, അഡ്വർടൈസ്മെൻറ്റ് പ്ലാനിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇങ്ങനെ ഏത് കാര്യം വേണമെങ്കിലും ആവാം. നമുക്ക് ഡിമാൻഡ് മുൻകൂട്ടി കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ദെൻ സെയിൽസ് ഫോർകാസ്റ്റിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിങ്, കോസ്റ്റ് അനാലിസിസ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, പ്രൈസിങ് ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിമാൻഡ് വേരിയബിൾസ് ലൈക്ക് അഡ്വർടൈസ്മെൻറ്റ്, റിസോഴ്സ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റ് ആകട്ടോ, ഡിമാൻഡ് അനാലിസിസും അതിൻ്റെ യൂസും. പിന്നെ അതിനകത്ത് പ്രധാനമായിട്ട് ചോദിക്കാറുള്ളത് യൂട്ടിലിറ്റി എന്ന ടോപ്പിക്ക്. യൂട്ടിലിറ്റി അറിയാമല്ലോ, വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി എന്ന് മാത്രം മതി 1 മാർക്ക്. അടുത്ത സെൻറ്റൻസ് നിങ്ങൾ എഴുതിയാൽ വേറെ എവിടെയൊക്കെ നിങ്ങൾക്ക് സമയം പോകും. വാട്ട് ഈസ് യൂട്ടിലിറ്റി? ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, ഫുൾ സ്റ്റോപ്പ്. മതി. ഇനി നിങ്ങൾ ഒരു വരിയും കൂടെ എഴുതിയാൽ ഇവിടെ നിങ്ങൾക്ക് 1 മാർക്കല്ലേ കിട്ടത്തുള്ളൂ. 1 വരിയും കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് 1 തന്നെ കിട്ടും. അല്ലാതെ 2 വരിയുണ്ട്, നല്ല കുട്ടി, 1-ന് 1.5 കിട്ടത്തില്ല. മതി, ഒരു സെൻറ്റൻസിൽ നിർത്താൻ നിങ്ങൾക്കൊന്ന് പഠിക്ക്. അഡീഷണൽ സെൻറ്റൻസ് അവിടെ എഴുതിക്കൊണ്ടിരുന്നാൽ ആ എസ് എക്കൊക്കെയാണ് സമയം കിട്ടാതെ വരുന്നത്. ഒറ്റ വരി. അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് നോക്കാം. യൂട്ടിലിറ്റിയിൽ തന്നെ LDMU അതെന്താണാവോ, അങ്ങനൊരു ഷോർട്ട് ഫോം ഒന്നുമില്ല, പറഞ്ഞുതരാം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരേ കാര്യം വീണ്ടും വെൻ വി കൺസ്യൂംസ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് ദ സെയിം കമ്മോഡിറ്റി, അറിയാമല്ലോ, ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ഈച്ച് യൂണിറ്റ് വിൽ ബി ലെസ് ആൻഡ് ലെസ് എന്നാ. ഇപ്പം നിങ്ങൾ ദാഹിച്ചിരിക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നല്ല കാര്യമാണ്, വീണ്ടും വെള്ളം കുടിച്ചാൽ കുഴപ്പമില്ല, വീണ്ടും വെള്ളം കുടിച്ചാൽ വേണ്ട, വീണ്ടും വെള്ളം കുടിച്ചാൽ മടുത്തു, വീണ്ടും വെള്ളം കുടിച്ചാൽ വെറുത്തു. ആ ഒരു അവസ്ഥയിലോട്ട് പോകത്തില്ലേ, അതിനാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് കുറഞ്ഞ് വരുമെന്ന്, സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനകത്ത്
എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് ചില കാര്യം കിട്ടിക്കൊണ്ടിരുന്നാലും നമുക്ക് സന്തോഷം കൂടത്തതേ ഉള്ളൂ, കുറയത്തില്ല. അതാണ് എക്സെപ്ഷൻ. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എത്ര കിട്ടിയാലും സന്തോഷമാണ്. അതാണ് ഈ റെയർ കളക്ഷൻ. ഈ സ്റ്റാമ്പ് കളക്ഷനും കോയിൻ കളക്ഷനും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അറിയാം, ഇത് കിട്ടും തോറും സന്തോഷമാണ്. പിന്നെ മണി, പണം എത്ര കിട്ടിയാലും സന്തോഷമാണ്. ലിക്കർ, ഈ മദ്യപാനികൾക്ക് അതൊന്നും മടുക്കത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പം എക്സെപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് നല്ലൊരു ടോപ്പിക്കാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കുക. അതിൽ എക്സെപ്ഷൻസ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആണെന്ന്, അല്ലേ? റെയർ കളക്ഷൻ, മണി, ലിക്കറൊക്കെ എഗെയിൻസ്റ്റ് ആണ്. പിന്നെ ആ ഒരു ടോപ്പിക് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചോദിച്ചു കാണുന്നത് ഡിമാൻഡ് ഷെഡ്യൂളും കർവും എന്താണെന്ന്. 2 മാർക്കിന് വരാം, എളുപ്പമാണ്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ടേബിൾ, ആ ടേബിളിൻ്റെ ഒരു സൈഡിൽ പ്രൈസും കാണും, ഒരു സൈഡ് ഡിമാൻഡ് കാണും. ഒരു കോളം പ്രൈസും ഡിമാൻഡ്. അപ്പോൾ വേരിയസ് പ്രൈസിൽ ഒരു ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നെന്ന്. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ വിച്ച് ഷോസ് വേരിയസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് വേരിയസ് പ്രൈസസ്, അല്ലേ? ഇത്രയേ ഉള്ളൂ. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ വിച്ച് ഷോസ് വേരിയസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് അറ്റ് വേരിയസ് പ്രൈസ്. 10 രൂപയ്ക്ക് എത്ര ഡിമാൻഡ് ചെയ്യുന്നു, 15 രൂപയ്ക്ക് എത്ര ഡിമാൻഡ് ചെയ്യുന്നു, അതൊരു ടേബിളിനകത്താക്കിയാൽ അതാണ് ഡിമാൻഡ് ഷെഡ്യൂള്. ആ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഡിമാൻഡ് കർവ്. 2 മാർക്ക്. നിങ്ങൾ കർവ് വരയ്ക്കാനൊന്നും നിൽക്കണ്ട, 2 മാർക്കല്ലേ ഉള്ളൂ, അത്രയും മതി. ഡിമാൻഡ് ഷെഡ്യൂൾ ഒരു സെൻറ്റൻസ്, ഡിമാൻഡ് കർവ് ഒരു സെൻറ്റൻസ്, കിട്ടി 2 മാർക്ക് മതി. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡും, അത് നല്ലൊരു ടോപ്പിക്കാണ്, ഭയങ്കര എളുപ്പമാണ്. അതൊന്ന് കേട്ട് വെച്ചുതരാം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഡിമാൻഡിന് ചേഞ്ച് ഉണ്ടാകുന്നു ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് മതി, ധാരാളം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. എന്നാൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാലോ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. പ്രൈസ് അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ഡിമാൻഡിന് ചേഞ്ച് ഉണ്ടായാൽ അതിനെയാണ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ഐഡിയ. എൻ്റെ ക്ലാസ് തന്നെ ഉണ്ട്, വേണമെങ്കിൽ കേട്ട് നോക്കാം. അപ്പോൾ അതും നന്നായിട്ട് നോക്കി വെക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്ത് മെയിനായിട്ട് നോക്കാൻ. പിന്നെ ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് അറിയാമല്ലോ, അതൊക്കെ പച്ചവെള്ളം പോലെ അറിയാം. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. അതൊന്ന് എഴുതി വെച്ചേക്കണേ, അതാണ് ലോ ഓഫ് ഡിമാൻഡ്. അതിൻ്റെ എക്സെപ്ഷൻ ഉണ്ട്. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുമെന്നും പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നുമാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ഇങ്ങനെ അല്ലാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്, അതിനെയാണ് ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻ. അതെന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ്, എമർജൻസി, നെസസറി ഗുഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ വില കൂടിയാലും നമ്മൾ ഒരു സാധനം വാങ്ങും. ബ്രാൻഡ് ലോയൽറ്റി, ഇൻഫീരിയർ ഗുഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ്, അതൊക്കെയാണ് സാധാരണ എക്സെപ്ഷൻ. ചിലപ്പോൾ വില കൂടുമ്പോഴായിരിക്കും ഡിമാൻഡ്. സ്റ്റാറ്റസ് സിമ്പിൾ ഗുഡ്സ് വില കുറഞ്ഞു എന്ന് കരുതി ചിലപ്പോൾ ഡിമാൻഡ് കൂടണമെന്നൊന്നുമില്ല. അങ്ങനെ കുറേ കാര്യം. ഇപ്പോൾ സോൾട്ടിൻ്റെ വില കുറഞ്ഞു എന്ന് കരുതി നമ്മൾ കൂടുതൽ ഉപ്പൊന്നും വാരി തിന്നാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിനാണ് ഈ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതൊക്കെ കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഒരു 10-50 ഡിറ്റർമിനൻസ് എങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ കാണും. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കുറേ ഉണ്ടല്ലോ. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സാധാരണ ഇത് 4 മാർക്കിനെ ചോദിക്കൂ. അതിൽ നിന്നൊരു എസ്സേ അങ്ങനെ വരാറില്ല. 4 മാർക്കെങ്കിൽ 4 മാർക്ക്. ഇതൊക്കെ 4 മാർക്കിന് ചോദിച്ചാൽ, ഈ ഡിറ്റർമിനൻസ് ഒക്കെ 4 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് 8 പോയിന്റ് എഴുതാൻ നോക്കണം. 4 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് കയ്യിൽ പോയിൻറ്റ്സ് ഉള്ളതാണെങ്കിൽ, കയ്യിൽ ആവശ്യം പോലെ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുമ്പോൾ 8 പോയിന്റ് ബ്രീഫ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ പേപ്പർ നോക്കുന്നവർക്ക് ഒരു സൈക്കോളജിയാണ്, ഒരു 1/2 മാർക്ക് എന്ന രീതിയിൽ ചിലപ്പോൾ 4 അങ്ങ് വീഴും. അതാണ് ബെറ്റർ. എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 4 മാർക്കിന് ഈ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ 4 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഇംപ്രഷൻ 8 പോയിന്റ് ബ്രീഫ് ചെയ്യുന്നതാണ്. ചുമ്മാ പോയിന്റ് എഴുതിയാൽ പോരാ, 1-2 ലൈൻ വെച്ചിട്ടൊന്ന് 4 മാർക്കാകുമ്പോൾ ഇത്തിരിയൊക്കെ എഴുതാം കേട്ടോ. 1 മാർക്ക് 2 മാർക്ക് പോലല്ല, 4 മാർക്കാകുമ്പോൾ എഴുതി തുടങ്ങാം. അപ്പോൾ ഈ ഡിറ്റർമിനൻസ് നോക്കി വെക്കുക. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഇൻകം ഓഫ് ദ കൺസ്യൂമേഴ്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്കൗണ്ട്, ഓഫർ, ബ്രാൻഡ് ലോയൽറ്റി, കുറേ ഉണ്ട്. ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ടൈപ്പ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ പല ടൈപ്പുകളുണ്ട്. അതിനകത്ത് തന്നെ പ്രധാനമായിട്ടും ചോദിച്ച് കാണുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡും ഓട്ടോണമസ് ഡിമാൻഡുമാണ്. ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ
മറ്റൊരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ നിന്ന് ഡിറൈവ് ചെയ്താണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ടയറിന് ഡിമാൻഡ് ഉണ്ടാകുന്ന എപ്പോഴാണ്? ടയർ വാഹനങ്ങൾക്ക് ഡിമാൻഡ് ഉണ്ടാകുമ്പോഴല്ലേ. അപ്പോൾ ടയറുകളുടെ ഡിമാൻഡ് ഡിറൈവ്ഡ് ഡിമാൻഡാണ്. നമ്മൾ വെറുതെ കടയിൽ പോയി ടയർ മേടിച്ചുകൊണ്ടൊന്ന് റോഡിലിട്ട് ഉരുട്ടി കളിക്കത്തില്ലല്ലോ. ടയർ വാങ്ങുന്നത് വണ്ടിക്കകത്ത് ഇടാനല്ലേ. അപ്പോൾ ആ വാഹനം വിറ്റ് റോഡിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ ടയറിന് ഡിമാൻഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഡിറൈവ്ഡ് ഡിമാൻഡ്. ഓട്ടോണമസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫാക്ടർ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ കാറിൻ്റെ ഡിമാൻഡ് ഓട്ടോണമസ് ആണ്, ക്ലോത്ത് വസ്ത്രങ്ങൾ ഓട്ടോണമസ് ആണ്, ഫുഡ് ഓട്ടോണമസ് ആണ്. അതായത് വേറെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡൊന്നും അഫക്റ്റ് ചെയ്യണ്ട. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഇത് മാത്രമല്ല, ബാക്കിയെല്ലാം നോക്കണം. 4 മാർക്കും ചോദിക്കാം. വേറെ കുറേ ഉണ്ട് കേട്ടോ. ഓട്ടോണമസ് ഡിമാൻഡ്, ഡിറൈവ്ഡ് ഡിമാൻഡാണ് സാധാരണ 2 മാർക്കിനൊക്കെ വരുന്നത്. അല്ലാതെ തന്നെ ടൈപ്പ് ഓഫ് ഡിമാൻഡ് വെറുതെ 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഇൻഡസ്ട്രി ഡിമാൻഡ്, കമ്പനി ഡിമാൻഡ്, ഷോർട്ട് ടൈം ഡിമാൻഡ്, ലോങ് ടൈം ഡിമാൻഡ്, ഡിമാൻഡ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ്, ഡിമാൻഡ് ഫോർ പെരിഷബിൾ ഗുഡ്സ്, ഇങ്ങനെ കുറേ ടോപ്പിക് ഉണ്ട്. അതൊന്ന് നോക്കി വെക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ ശ്രദ്ധിക്കേണ്ട കേസ്, വളരെ 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 ശ്രദ്ധിക്കേണ്ട കേസ്, ശ്രദ്ധിച്ചോണേ. വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ വെറുതെ പ്രൈസിനെ ഒന്നും കൂട്ടുപിടിക്കാൻ നിൽക്കരുത്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഭയങ്കര പഠിത്തമുള്ളവരും തെറ്റിക്കുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രം ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് മാത്രം മതി. ഏത് ഫാക്ടർ എന്ന് പറയണ്ട. എടോ ജസ്റ്റ് എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിൻ്റെ അറ്റത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്നോ ഒന്നും കയറ്റിയിട്ടില്ലല്ലോ. ഇങ്ങനെ മാത്രമാണ് ചോദ്യമെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്നങ്ങ് എഴുതി നിർത്തണം. ആ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ 4 ടൈപ്പാണ്: പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇത് ഓരോന്നും എന്താണെന്നൊന്ന് പഠിച്ചു വെക്കുക, എളുപ്പമാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്താ? റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻകം ഇലാസ്റ്റിസിറ്റി എന്താ? റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്താ? റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്താ? റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് അതർ ഗുഡ്സ് ലൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇങ്ങനെ പഠിക്കാൻ എന്താണ് പാട്? അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രമായിട്ട് ചോദിച്ചാൽ, ഒന്നും കൂടെ പറയുവാണ്, തെറ്റിക്കല്ലേ. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് മാത്രം ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഇങ്ങനെ എഴുതണം: റെസ്പോൺസീവ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡ്യൂ ടു ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് എന്ന് എഴുതി നിർത്തണം. ചോദ്യം പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്നോ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്നോ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്നോ ക്രോസ് ഇലാസ്റ്റിറ്റി എന്നോ ആണെങ്കിൽ മാത്രം ഇവരെയൊക്കെ കൂട്ടുപിടിക്കുക. അതിൽ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറൻറ്റ് ടൈപ്സ് നോക്കി വെക്കണം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്. 4 മാർക്കിനൊക്കെ വന്നാൽ വിത്ത് ഡയഗ്രാം വരച്ച് തള്ളിയേക്കുക. നല്ലൊരു ടോപ്പിക്കാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറൻറ്റ് ടൈപ്സ്. 4 മാർക്കിനൊക്കെ വരാം. ഓക്കെ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞുണ്ട്. അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇൻകം ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറൻറ്റ് ടൈപ്സും ഇതൊക്കെ തന്നെയാണ്. 0 ഇൻകം, നെഗറ്റീവ് ഇൻകം, പോസിറ്റീവ് ഇൻകം എന്നൊക്കെ പറഞ്ഞ് അതേ ഉള്ളൂ ടൈപ്പ് എന്ന് പറയാനായിട്ട്. കൂടുതലും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഫോക്കസ് ചെയ്യുക. ഇൻകം ഇലാസ്റ്റിസിറ്റി എളുപ്പമാണോ? നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, പോസിറ്റീവ് തന്നെ യൂണിറ്റ്, മോർ, ലെസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. നിങ്ങളിത് ഒരു വട്ടമെങ്കിലും കേട്ടാൽ ഓക്കെയാണ്. ഒരു തവണ പോലും കേൾക്കാതെ, ഒരു തവണ പോലും പഠിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ടാണ് ഉയ്യോ ഡിഗ്രി ഭയങ്കര പാടാ, ബികോം പിന്നെ സപ്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഒരു തവണ വായിച്ച് നോക്ക്. ഇൻകം ഇലാസ്റ്റി ഡിഫറെൻറ്റ് ടൈപ്സ് വളരെ എളുപ്പമാണ്. അതിൽ തന്നെ സീറോ ഇൻകം ഇലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഇൻകം കൂടിയാലും കുറഞ്ഞാലും ഒന്നും സംഭവിക്കത്തില്ല ഡിമാൻഡിന് എന്ന രീതി പറയാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് പറയാം. അത് റേഷൻ ഏരിയയൊക്കെയാണ്. കയ്യിൽ 4 പുത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ പുച്ഛമാണ്. അതൊക്കെ റേഷൻ ഏരിയയൊക്കെ എക്സാമ്പിളായിട്ട് പറയാമെന്ന്. ഓക്കെ, നേരെ തിരിച്ചു വരാം. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സും, പ്രൈസ് ആണെങ്കിൽ ഡയഗ്രാം ഒക്കെ വരയ്ക്കണം കേട്ടോ. അത് 4 മാർക്കിന് വരാം. ഇൻകം ഇലാസ്റ്റിസിറ്റി ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ നോക്കുക. അപ്പോൾ ഇതൊരു നല്ല ഏരിയയാണ്. ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ 2 വാക്ക് പറഞ്ഞു. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. അറിയാവോ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താ? അത് തന്നെ ടീ ഓർ കോഫി. അത് വിട്ടൊരു കളിയില്ല, ആയിക്കോട്ടെ, ടീ ഓർ കോഫി. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താ? അത് തന്നെ ബ്രെഡ് ആൻഡ് ജാം. ഈ എക്സാമ്പിൾ ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയത്.
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പകരം മറ്റൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കണക്ക്. അപ്പോൾ ബ്രെഡിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണല്ലോ ജാം. അപ്പോൾ ഈ ബ്രെഡ് മെയിൻ പ്രോഡക്റ്റും ജാം അതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ്. ഓക്കെ, അതാണ് ഈ പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ആ ഒരു പ്രൈസ് ചേഞ്ചിനെയാണ് ക്രോസ് ഇലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്. അതൊക്കെ ഒരു ഇത്തിരി ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ്, എങ്കിലും ഞാൻ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും പരീക്ഷയുടെ തലേന്നൊന്നും നോക്കിക്കൊണ്ട് പോകേണ്ട ടോപ്പിക്കൊന്നും അല്ല ഈ ക്രോസ്. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരിക്കുക എന്താണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രോഡക്റ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കാണും, കോംപ്ലിമെൻ്ററി ഗുഡ്സും കാണും. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അതിനെയാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ ടൈപ്പ് കൂടുതലും ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് വരുമ്പോൾ എല്ലാവരും ഒന്ന് പെട്ടു. ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങോ ചേട്ടാ, അതെന്താണ്? എടോ, ഷോർട്ട് ടേം ഫോർകാസ്റ്റിങ്ങും ലോങ് ടേം ഫോർകാസ്റ്റിംഗും ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. പലർക്കും ഇത് പെട്ടെന്ന് കിട്ടാറില്ല. അങ്ങനെയാണ് ഞാൻ പേപ്പർ നോക്കുമ്പോൾ കൂടുതലും തെറ്റായി വെച്ചിരിക്കുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും ഉണ്ട്, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനും ഉണ്ട്. രണ്ടിനും അതിൻ്റേതായ യൂസ് ഉണ്ട്. ഷോർട്ട് ടേമിലേക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ അതിൻ്റേതായ പ്രയോജനങ്ങളാണ്, അതിൻ്റേതായ യൂസാണ്. ലോങ് ടേമിലേക്ക് 10 കൊല്ലമോ 15 കൊല്ലമോ ലോങ് ടേമിലേക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്താൽ അതിൻ്റേതായ യൂസുമാണ്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നോക്കുക, അതിൻ്റെ യൂസ്. ഓക്കെ, പിന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഒക്കെ പറയാനാണെങ്കിൽ എല്ലാം പറയേണ്ടി വരും. കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ ടൈപ്സ് നോക്കുക, അതിൻ്റെ യൂസ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, സബ്ജക്റ്റ് മുഴുവനായിട്ടും പഠിക്കുന്നതാണ് എപ്പോഴും നല്ലതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ടുള്ളൊരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിമാൻഡ് അനാലിസിസ്, അതിൻ്റെ യൂസസ് നോക്കുക, യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ എക്സെപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്, ഡിമാൻഡ് ഷെഡ്യൂൾ, ഡിമാൻഡ് കർവ്, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സെപ്ഷൻസ്, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, പിന്നെ ടൈപ്പ് ഓഫ് ഡിമാൻഡ് വരും കേട്ടോ. വലിയ പ്രാധാന്യമില്ല എന്നും പറഞ്ഞ് കളയരുത്. ടൈപ്പ് ഓഫ് ഡിമാൻഡ് നല്ലൊരു ടോപ്പിക്കാണ്. അതിനകത്ത് നിന്ന് എടുത്ത് ചോദിക്കുന്നതാണ് ഡിറൈവ്ഡ് ഡിമാൻഡും ഓട്ടോണമസ് ഡിമാൻഡും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ക്വസ്റ്റ്യൻ വരാം. ഇന്ന് വരെ സാധാരണഗതിയിൽ ചോദിച്ചത് ഇതൊക്കെയാണ്. അതാണ് ഇത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അതിൻ്റെ ടൈപ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോർകാസ്റ്റിങ്ങിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് അതിൻ്റെ യൂസും ഒക്കെ വന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ യൂസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ മൊഡ്യൂൾ. ഇവനൊരു ഭീകര മൊഡ്യൂളാണ്. കാര്യം ഈ മൂന്നാമത്തെ മൊഡ്യൂളിൽ എവിടെ തൊട്ടാലും മാർക്കാണ്. മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്ന് എസ്സേ വരാം, ഒരു എസ്സേ മൊഡ്യൂളാട്ടോ. ഈ രണ്ടാമത്തെ മൊഡ്യൂൾ ഉണ്ടല്ലോ, ഏറ്റവും രസം അതാ. വലിയ മൊഡ്യൂളാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷേ റയർ ആയിട്ട് മാത്രമേ എസ്സേ വരാറുള്ളൂ. ഇത് ഒരുപാട് പഠിക്കാനുണ്ട്, എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരുപാട് ഉണ്ട്. പക്ഷേ റയറസ്റ്റ് ഓഫ് ദ റയർ ആയിട്ട് മാത്രമേ ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഇതൊരു എസ്സേ കണ്ടിട്ടുള്ളൂ. എസ്സേ കൂടുതലും വരുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നൊക്കെയാണ്. 1ഉം 3ഉം പിന്നെ നമുക്ക് 4ൽ നിന്നൊക്കെ വരാം. അത് ഞാൻ വരുമ്പം പറഞ്ഞുതരാം. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നോക്കേണ്ടുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതിൻ്റെ യൂസും ഉണ്ട്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമായിരിക്കും. ഒരു വരി എഴുതാൻ പഠിക്ക്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ എഴുതിയെടുക്ക്. ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇത്രയെങ്കിലും. ഈ ഫങ്ഷണൽ എന്നെങ്കിലും മറന്നുപോയാലും കുഴപ്പമില്ലടോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് എഴുതിയാലും ചിലപ്പോൾ 1 മാർക്ക് കിട്ടും. അത്രയെങ്കിലും പഠിച്ചു പോയി. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻപുട്ട് വേണമല്ലോ. ലാൻഡ്, ലേബർ, ക്യാപിറ്റലൊക്കെ വേണ്ടേ? അപ്പോൾ ലാൻഡും ലേബറും ക്യാപിറ്റലും ഈ ഒരു ഇൻപുട്ടിൻ്റെ പ്രപ്പോർഷനും ആ ഔട്ട്പുട്ടും തമ്മിലുള്ളൊരു ബന്ധത്തിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അത് 1 മാർക്കിന് എഴുതാമല്ലോ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്നാലും മതി. അതിൻ്റെ യൂസ് എന്തിനാണ് നമ്മളിങ്ങനെ ഇൻപുട്ടിൻ്റെ പ്രപ്പോർഷൻ ഇങ്ങനെ കൃത്യമായിട്ട് പഠിക്കുന്നത് ചോദിക്കും. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ മാനേജീരിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാനേജീരിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാം. ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രപ്പോർഷനാണ്. എല്ലാ ഇൻപുട്ടും ഒരുപോലെ ഒരേ അളവിലല്ലല്ലോ യൂസ് ചെയ്യുന്നത്, പല പ്രപ്പോർഷനാണ്. അപ്പോൾ നമുക്ക് ആ ലീസ്റ്റ് കോസ്റ്റ് കോമ്പിനേഷൻ കണ്ടുപിടിക്കാം. പിന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. കോസ്റ്റ്ലി ഇൻപുട്ടിന് ലെസ് കോസ്റ്റ്ലി ഇൻപുട്ടുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വില കൂടിയ ഇൻപുട്ടിന് വില കുറഞ്ഞ ഇൻപുട്ടുമായിട്ട് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാം. മറ്റൊന്ന് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഇങ്ങനെ 5 കാര്യങ്ങൾക്കായിട്ടാണ്
പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളൊരു ഏരിയയാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ മാനേജീരിയൽ യൂസ് ഓഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നൊരു ടോപ്പിക്ക് വരാറുണ്ട്. പിന്നീട് കോബ് ഡഗ്ലസ് 4 മാർക്കിന് വരാം. ആ ക്ലാസ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്, നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കോബ് ഡഗ്ലസ് കിട്ടാം. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും കാര്യം എസ് എ ആണ്. അതാണ് ഞാൻ എസ് എ എന്നൊരു എഴുതി വെച്ചിരിക്കുന്നത്. ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ് ശരിക്കും താരം. ഈ ലോ ഓഫ് പ്രൊഡക്ഷൻ ആണ് സാധാരണ എസ് എ വരുന്നത്. അതിൽ തന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ, ലോ ഓഫ് പ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ക്ലാസ് എൻ്റെ ഫുള്ള് കിടപ്പുണ്ട്. ഷോർട്ട് ടേം പ്രൊഡക്ഷനും ഉണ്ട്, ലോങ് ടേം. ഈ ഷോർട്ട് ടേം ലോങ് ഈ 2 ഉണ്ട്. ഈ ഷോർട്ട് ടേമിനെയാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്നോ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ എന്നൊക്കെ വിളിക്കുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക. ലോങ് ടേമിൻ്റെ ഭാഗമായിട്ടാണ് എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിലും വരുന്നത്. ഇപ്പോൾ ലോ ഓഫ് പ്രൊഡക്ഷൻ തന്നെ ഷോർട്ട് റണ്ണും ഉണ്ട്, ലോങ് റണ്ണും ഉണ്ട്. ഷോർട്ട് റണ്ണിൻ്റെ പേരാണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ. അതൊരിക്കൽ എസ് എ വന്നിട്ടുണ്ട്. ലോങ് റൺ അതാണ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയും. ലോങ് റൺ പ്രൊഡക്ഷനെയാണ് നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നതാണ് ഈ എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിലും. ഈ ഒരു ഏരിയ ഇതൊരു എസ് എ ഏരിയ ആണ്. ഈ ഒരു ഏരിയക്കകത്ത് ഒരു 15 മാർക്ക് ഒളിച്ചിരിപ്പുണ്ട്. അത് വേണമെങ്കിൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ വരെ ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂഷനായിട്ട് കണക്ട് ചെയ്തങ്ങ് പഠിക്കുക. ലോ ഓഫ് പ്രൊഡക്ഷൻ്റെ ഒറ്റ ടോപ്പിക്കായിട്ട് ഒറ്റ വിടലങ്ങ് വിടണം. പഠിച്ചങ്ങ് ഒറ്റ ഇരിപ്പിരുന്നിട്ട് ഇത് മൊത്തത്തിലാണ്, അതായത് കണ്ടിന്യൂഷനാണ്, കണക്ട് ചെയ്ത് പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഡിസ്എക്കോണമീസ് വരെ നമ്മൾ ഒറ്റയടിക്ക് നോക്കി വെച്ചിരുന്നാൽ പക്കയായിട്ട് കിട്ടും. ഓക്കെ, ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ തന്നെ 2 ഉണ്ട്. ഇൻറ്റേർണൽ എക്കോണമിയും എക്സ്റ്റേണൽ എക്കോണമിയും അതൊക്കെ ചോദിക്കും. അതുപോലെ തന്നെ ഡിസ്എക്കോണമിക്കും ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. കാര്യം ഒരിക്കൽ ഡിസ്എക്കോണമിയുടെ 2 ക്ലാസിഫിക്കേഷനാണ് ചോദിച്ചത്. എക്കോണമീസ് ഓഫ് സ്കെയിലിനകത്ത് ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉള്ളതുപോലെ ഡിസ്എക്കോണമി, അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് രണ്ടും വരുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിസ്എക്കോണമിക്കകത്തും ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് വായിച്ച് വെച്ചാൽ മതി. മറ്റൊന്നാണ് ഐസോകോസ്റ്റ്, ഐസോകോണ്ട്. സാധാരണ 1 മാർക്ക് 2 മാർക്കാണ്. ഐസോകോണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഒപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ക്വാണ്ടിറ്റി ആണ്. ഐസോകോസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റാണ്. ആ കാര്യം കൂടെ വായിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇതൊരു ഷോർട്ട് ഫോമാണ്. അഥവാ ചോദിച്ചാൽ MRTS ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫുൾ ഫോം എഴുതേണ്ടത്. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു ഇൻപുട്ടും മറ്റൊരു ഇൻപുട്ടും തമ്മിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ്റെ റേറ്റാണ്. ഇപ്പം ലേബറും ക്യാപിറ്റലും, എത്ര ലേബർ മാറിയാൽ പകരം എത്ര ക്യാപിറ്റൽ വരണം, അല്ലെങ്കിൽ എത്ര ക്യാപിറ്റൽ കുറച്ചാൽ എത്ര ലേബറിനെ കൂട്ടണം, ആ ഒരു പ്രപ്പോർഷനെയാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. MRTS ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MRTS നോക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന മൊഡ്യൂൾ നല്ല മൊഡ്യൂളാണ്, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അതിൻ്റെ യൂസ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്. ഇതിനകത്താണ് എസ് എ കിടക്കുന്നത്. ഇവിടെ എസ് എ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്. അത് എന്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ഒറ്റ ടോപ്പിക്കാണ്. ലോ ഓഫ് പ്രൊഡക്ഷൻ എന്ന ടോപ്പിക്കിനകത്താണ് ഇതെല്ലാം വരുന്നത്. ഒരൊറ്റ ഇരിപ്പിരുന്ന ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരു ഫ്ലോ നഷ്ടപ്പെടാതെ ഒരേ രീതിയിൽ തന്നെ കേട്ടാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം അങ്ങ് തലയ്ക്കകത്ത് നിൽക്കും. സ്പ്ലിറ്റ് ചെയ്യരുത്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറി. അതായത് ആദ്യം എടുത്തു വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ പഠിക്കാം. അങ്ങനെ ചെയ്യരുത്. ലോ ഓഫ് പ്രൊഡക്ഷൻ തൊട്ട് ഡിസ്എക്കോണമി വരെ ഓർഡറിൽ കേട്ട് വരണം. നിങ്ങളുടെ തലയ്ക്കകത്ത് നിൽക്കും. കാര്യം ഇത് ഒറ്റ ടോപ്പിക്കാണ്. അതങ്ങനെ തന്നെ കേൾക്കുക. പിന്നെ ഐസോകോസ്റ്റ്, ഐസോകോണ്ടും കൂടെ നോക്കുക. ഈ ഒരു ഫുൾ ഫോം നോക്കണം. MRTS ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് സാധാരണ 3rd മൊഡ്യൂൾ നോക്കുന്നത്. മൊഡ്യൂൾ 4ലേക്ക് വന്നാൽ 4ാമത്തെ മൊഡ്യൂളിൻ്റെ പേര് പ്രൈസിങ് എന്നൊക്കെ ആണെങ്കിലും കൂടുതലും ചോദിക്കുന്ന മാർക്കറ്റ് കണ്ടീഷനാണ്. നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഡിയോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി, ഇത്രയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മൊണോപ്പൊളി, ഡിയോപ്പൊളി, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപ്പൊളി. അതിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എടുത്തു വെച്ച് പെർഫെക്റ്റ് ആയിട്ടങ്ങ് പഠിച്ചേക്കണം. കാര്യം കൂടുതലായിട്ട് മാർക്ക് അങ്ങോട്ട് ചാഞ്ഞ് കിടപ്പുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് അങ്ങ് പഠിക്കണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഓർഡറിൽ, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഓർഡർ തെറ്റിക്കാതെ പഠിക്കണം. കാരണം ആദ്യത്തെ 3 ഫീച്ചർ മാത്രമുള്ളൊരു മാർക്കറ്റിനെ പ്യുവർ കോമ്പറ്റീഷൻ എന്നും കൂടെ വിളിക്കുമെന്നുള്ള പറയുന്നുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും പ്യുവർ കോമ്പറ്റീഷനും എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആദ്യത്തെ 3 ഫീച്ചർ എഴുതണം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് എന്നും പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു 3 ഫീച്ചർ എഴുതുക. ആ 3 ഫീച്ചർ മാത്രമുള്ളത് പ്യുവർ കോമ്പറ്റീഷൻ. ബാക്കി തുടർന്ന് 4, 5, 6 ബാക്കി എല്ലാം കൂടെ വരുമ്പോഴാണത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആകുന്നത്.
മറന്നു പോകരുത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് നോക്കി വെക്കുക. അതിനകത്ത് കിടപ്പുണ്ട് പ്യുവർ കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പഠിച്ചാൽ മതി, അതിനകത്ത് കിടക്കുവാണ് ഈ പ്യുവർ കോമ്പറ്റീഷൻ. ചോദിക്കാവേ, മൊണോപ്പൊളി അറിയാലോടോ, സിംഗിൾ സെല്ലർ. ഇപ്പോൾ മൊണോപ്പൊളിയുടെ 2 ഫീച്ചർ എഴുതാൻ പറഞ്ഞാൽ സിംഗിൾ സെല്ലറാണ്. ഈ സിംഗിൾ സെല്ലറാണ് നോ കോമ്പറ്റീഷൻ. ടെക്സ്റ്റ് കിടക്കുന്നത് തന്നെയാണ്. എന്താണ് ഒരു ഉദ്ദേശിച്ചത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സിംഗിൾ സെല്ലർ എന്ന് പറഞ്ഞാൽ തന്നെ വിത്തൗട്ട് കോമ്പറ്റീഷനാണ്. ടെക്സ്റ്റ് ചെയ്ത് 2 പോയിന്റാണ്. സിംഗിൾ സെല്ലർ അല്ലെങ്കിൽ സിംഗിൾ പ്രൊഡ്യൂസറാണ്, ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. എഴുതി വെച്ചേരാം, നമുക്കെന്ത്. ഡിയോപ്പൊളി അറിയാം. ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് നോക്കുക. പിന്നെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് ഈ ഒളിഗോപ്പൊളി. ഫ്യൂ സെല്ലേഴ്സിൻ്റെ നമ്മുടെ ഈ മൊബൈലിൻ്റെ സിമ്മൊക്കെ പറയാം. കുറച്ച് സിം കാർഡല്ലേ നമുക്കുള്ളൂ, ഐ മീൻ കണക്ഷൻ. മൊബൈൽ ഫോണുകളല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, കണക്ഷനാണ്. എയർടെൽ, ഐഡിയ, അങ്ങനെ. ഐഡിയ ഇപ്പോൾ ഇല്ല, വി. ഓക്കെ, നമുക്കിപ്പോൾ എയർടെൽ, ജിയോ, BSNL, വി, അങ്ങനെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒളിഗോപ്പൊളിയുടെ ഭാഗമായിട്ടാണ്. അവിടെയാണ് ഈ പ്രൈസ് ലീഡർഷിപ്പും കിങ്ഡ് ഡിമാൻഡ് കർവും ഒക്കെ വരുന്നത്. അപ്പോൾ ഒളിഗോപ്പൊളി പ്രധാനമായിട്ടും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നന്നായിട്ട് നോക്കുക. ഒളിഗോപ്പൊളിയുടെ ഫീച്ചേഴ്സ് നോക്കുക. ഓക്കെ, പിന്നെ ന്യൂ പ്രോഡക്റ്റിൻ്റെ പ്രൈസിങ്. അതേത് ടോപ്പിക്കാണ്? ഒരു വാക്ക് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെയാണ് സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേഷൻ പ്രൈസിങ്ങും കിടക്കുന്നത്. സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേഷൻ പ്രൈസിങ്ങും അതൊന്ന് നോക്കി വെക്കുക. അങ്ങനെ ആയിരിക്കത്തില്ല ചോദ്യം. പ്രൈസിങ് ഓഫ് എ ഇങ്ങനെ പിടിച്ചോണം, ന്യൂ പ്രോഡക്റ്റ്. പ്രൈസിങ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് എന്നോ സ്ട്രാറ്റജി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സ്കിമ്മിങ് പ്രൈസിങ്ങും പെനിട്രേഷൻ പ്രൈസിങ്ങും വെച്ച് കത്തിച്ചേക്കുക. മറ്റൊരു ടോപ്പിക്ക് PLC. എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? PLC എന്ന് പറഞ്ഞാൽ കാര്യം PLC എന്ന് തന്നെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. PLC പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അതിൽ നിന്നൊരു എസ്സേ വരാം, ഒരിക്കൽ വന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പ്രൈസിങ്. നമുക്കൊരു 5-6 പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ. ഐ മീൻ ലൈഫ് സൈക്കിൾ എന്നധികം ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, സാച്ചുറേഷൻ സ്റ്റേജ്, അബാൻഡൻമെൻറ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഈ ഓരോ സ്റ്റേജിലെയും പ്രൈസിങ് എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ വേണമെങ്കിൽ 4 മാർക്കിനൊക്കെ വരാം. ഒരു ചെറിയ ഗ്രാഫൊക്കെ ഉണ്ട്, ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, ഇങ്ങനെ ഞാൻ പോകും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുക. പിന്നെ പ്രൈസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് വീണ്ടും മനസ്സിലാക്കുക. ഇത് കണക്ട് ചെയ്ത് പഠിക്കാനാണെങ്കിൽ എളുപ്പമാണ്. മൊഡ്യൂൾ എടുത്ത് വെച്ചിട്ട് എൻ്റെ മൊഡ്യൂൾ കിടപ്പുണ്ട്, ഐ മീൻ ക്ലാസ് കിടപ്പുണ്ട്. ജസ്റ്റ് ഒറ്റ സ്ട്രെച്ച് ഇരുന്ന് കേട്ട് അങ്ങ് പോയാൽ മതി. അതായത് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്നും മറിക്കൊന്നും കേൾക്കണമെന്നില്ല. ജസ്റ്റ് ആദ്യം തൊട്ടേ കേട്ട് വരുന്നത് തന്നെ എപ്പോഴും നല്ലത്. അപ്പം പ്രൈസിങ്ങിൽ ന്യൂ പ്രോഡക്റ്റ് നന്നായിട്ട് നോക്കണം. PLC കൂടെ നോക്കുക. ഓക്കെ, പിന്നെ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും മാർജിനൽ പ്രൈസിങ്ങും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഗോയിങ് റേറ്റ് പ്രൈസിങ്ങും മാർജിനൽ പ്രൈസിങ്ങും ഒക്കെ. അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസിങ്ങിൻ്റെ ചെറിയ ടോപ്പിക്കായിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു എസ്സേ ഇത് വന്നിട്ടുണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും അതിൻ്റെ ഫീച്ചേഴ്സും എസ്സേ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നീട് ലാസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ബിസിനസ് സൈക്കിൾ. 1 മാർക്ക്. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. എന്ത് നിസ്സാരമായിട്ടാണ് 1 മാർക്കിൻ്റെ അത്ര എഴുതാവൂ. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി മതി 1 മാർക്ക്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബിസിനസ് സൈക്കിൾ എന്താണെന്ന് അറിയാം എന്ന് വിചാരിച്ചോ, 1 മാർക്കാണ്. പ്രത്യേകിച്ച് ഇച്ചിരി പഠിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഇത് മണ്ടത്തരോ. നിങ്ങൾ ഈ 1 മാർക്കിന് വെറുതെ പേപ്പർ നോക്കുന്ന ആളെ ഇംപ്രസ് ചെയ്യാൻ നോക്കും. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി 1 വരി അല്ലെങ്കിൽ ഒരു 1.5 മീൻസ് 2 സെൻറ്റൻസ്, ഇത് മതിയാ, പോരാ. ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫേസസ്, ബൂം, റിസഷൻ, അതൊക്കെ അതും കൂടെ എഴുതിക്കോ. അവിടം വരെയെങ്കിൽ അതും കൂടെ എഴുതിക്കോ. അവിടം വരെയെങ്കിലും നിർത്തണേ. 2 സെൻറ്റൻസ് മാക്സിമം. എന്നിട്ടും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. ബൂം എന്താന്ന് കുറേ എഴുതി ഒരു 1/2 പേജ് 1 പേജ് അങ്ങ് എഴുതി വെക്കും. 1 മാർക്കിൻ്റെ ഇവിടെ 1 മാർക്കേ ഇടത്തുള്ളൂ. നിങ്ങൾക്ക് പോകുന്നത് എസ്സേ എഴുതാനുള്ള സമയമായിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ 1 മാർക്കിന് ബിസിനസ് സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി വേണമെങ്കിൽ 4 ഫേസ് എഴുതിക്കോ. പിന്നെ ആ 4 ഫേസിനെ പറ്റി പഠിച്ച് വെച്ചോ, 4 മാർക്ക് കിട്ടും. ബൂം എന്താണ്, റിസഷൻ എന്താണ്, റിപ്രഷൻ എന്താണ്, റിക്കവറി എന്താണെന്ന് കൂടെ നോക്കി വെക്കുക. പിന്നെ ഇതിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത് തിയറീസാണ്. ഓർക്കുന്നില്ല, ഇന്നോവേറ്റീവ് തിയറി, അണ്ടർ കൺസംപ്ഷൻ തിയറി, ക്ലൈമാറ്റിക് തിയറി, ഹിഗ്സ് തിയറി, മൾട്ടിപ്ലയർ തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് തിയറി ഉണ്ട്. ഈ തിയറീസ് തന്നെയാണോ സത്യത്തിൽ കോസസ് ഓഫ് ബിസിനസ് സൈക്കിളായിട്ടും പഠിക്കേണ്ടത്. വേറെ ടോപ്പിക്കാണ് ടെക്സ്റ്റ് കിടക്കുന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ബിസിനസ് സൈക്കിൾ ഇങ്ങനെ മാറി വരാനുള്ള കോസസ് ഈ പറയുന്ന തിയറിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കി വെക്കുന്നത് എന്താണ് ബിസിനസ് സൈക്കിൾ, അതിൻ്റെ ഫേസ്, തിയറീസ്. സാധാരണ ഇത്രയും ടോപ്പിക്കിലാണ് കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, സോ ഇതിന് അഡീഷനായിട്ട് ഒന്നിനും ടോപ്പിക്ക് ഞാൻ പറഞ്ഞുതരാം. മോണിറ്ററി പോളിസി ചോദിക്കുമെന്നല്ല, ജസ്റ്റ് കേട്ടോ. മോണിറ്ററി പോളിസി എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എക്കണോമിക് പോളിസിയാണ് മോണിറ്ററി പോളിസി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് പോളിസീസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്.
ഗവൺമെൻറ്റിൻ്റെതിനെ ഫിസ്ക്കൽ പോളിസി എന്നാണ് പറയുന്നത്. ഇതൊന്ന് കേട്ട് വെച്ചോ. ഓക്കെ. മറ്റൊന്ന്, എന്താണ് ഡിസിഷൻ മേക്കിംഗ്? ഇതൊക്കെ വെറുതെ റാൻഡമായിട്ട് പറഞ്ഞു തരുമോ? എന്താണോ ഡിസിഷൻ മേക്കിംഗ്? എഴുതിക്കോ. സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ചൂസിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്. ചൂസിങ് ദ ബെസ്റ്റ് എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്. എഴുതിക്കോ. വാട്ട് ഈസ് ഡിസിഷൻ മേക്കിംഗ്? ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ചൂസിങ് ദ ബെസ്റ്റ് ഓപ്ഷൻ എമംഗ് വേരിയസ് ഓൾട്ടർനേറ്റീവ്. ഇതാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് ചുമ്മാ ഇരിക്കട്ടെ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് നിങ്ങൾ എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്, മാനേജ്മെൻറ്റിലൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം, അനലൈസിങ് ദ പ്രോബ്ലം, ഐഡൻറ്റിഫൈയിങ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, അനലൈസിങ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ടിങ് ദ ഓപ്ഷൻ, സെലക്ടിങ് ദ ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റിങ്, ഫോളോ അപ്പ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. സ്റ്റെപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. 1, ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം. എന്തിൻ്റെ പേരിൽ എന്തിനെപ്പറ്റിയാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്? ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം. 2, അനലൈസിങ് ദ പ്രോബ്ലം. അനലൈസിങ് ദ പ്രോബ്ലം. 3, ഐഡൻറ്റിഫൈയിങ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. ഐഡൻറ്റിഫൈയിങ് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. 4, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. 5, സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്. സെലക്ട് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യുക, സെലക്ഷൻ. ദെൻ 6, ഇംപ്ലിമെൻറ്റിങ്. ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. 7, ഫോളോ അപ്പ്. എല്ലാം ശരിയായിട്ടാണോ പോകുന്നത്? അപ്പം ഈ ഒരു 7 സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചോ. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്പാണ്. ഓക്കെ. ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം, വെറുതെ ഓർത്ത് വെച്ചോ. ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം, അനലൈസിങ് ദ പ്രോബ്ലം, ഐഡൻറ്റിഫൈയിങ് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റേഷൻ, ഫോളോ അപ്പ്. ഇത് വേണമെങ്കിലൊക്കെ ചോദിക്കാവുന്നതേ ഉള്ളൂ. കാര്യം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയാണല്ലോ ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. വീണ്ടും ഒരിക്കൽ കൂടെ പറയുവാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ കഴിവതും നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പഠിക്കാതെ ഓരോ ടോപ്പിക്കിൻ്റെ ആദ്യം തൊട്ട് പഠിച്ചു വന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. എക്സാമ്പിൾ ഇപ്പോൾ ലോ ഓഫ് പ്രൊഡക്ഷൻ ആദ്യം തൊട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തലയിൽ കയറും. അല്ലാതെ ഇടയ്ക്കുന്ന് എടുത്ത് വെച്ചിട്ട് എക്കോണമീസ് ഓഫ് സ്കെയിൽ വായിക്കാൻ നിന്നാൽ നിങ്ങൾക്കൊരു പിടി കിട്ടത്തില്ല. ഇത് എന്തിനെപ്പറ്റിയൊക്കെയാണോ പോയി പറയുന്നത്? അപ്പോൾ കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു 49 ക്ലാസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരുവിധമല്ല, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ കാര്യവും ഇപ്പോൾ കവറായി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ 49 ക്ലാസ്സും കവർ ചെയ്യാനായിട്ട് ഏകദേശം നമുക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ 3-4 ദിവസം കൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് തീർക്കാവുന്നേ ഉള്ളൂ കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ നോക്കി വെക്കുക. പിന്നെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എക്സാമിനേഷൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ടിപ്പും ട്രിക്കും എന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എങ്ങനെയാണ് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം, ഫസ്റ്റ് സെമ്മല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ഈ രീതിയിലൊക്കെ സ്കോർ ചെയ്യാവേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ ഒരു ഓവറോൾ ഒരു റിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, നല്ല മാർക്ക് വാങ്ങുക. ശരി.